ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ന്യൂക്ലിയർ ഫിസിക്സിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലം സെക്ഷൻസ്. കാരണം അത് പ്രത്യേകിച്ച് ഇപ്പോൾ എടുക്കേണ്ട ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ബാക്കിയുള്ളതിനെക്കാട്ടി കുറച്ച് ഈ പ്രോബ്ലം സെക്ഷനിൽ കുറച്ച് ടഫാണ്. ടഫ് എന്ന് പറയാൻ കാരണം നമുക്ക് മിക്കതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ കുറവാണ്. പിന്നെ അതിനകത്ത് അത്യാവശ്യം കൺസെപ്റ്റുകളെല്ലാം നല്ലോണം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ പ്രോബ്ലം സെക്ഷൻസ് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു ക്ലാസ് അവിടെ കാണുക. കണ്ടിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് നോക്കാം. സോ നമുക്ക് മാക്സിമം ടോപ്പിക്സ് ഇതിനകത്ത് നമുക്ക് അവിടെ കവർ ചെയ്യാം. ഓക്കെ, നോക്കാം അതിൽ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2020 മുതൽ 2020 റീസെന്റ് നടന്ന ആ ഒരു എക്സാമിനേഷൻ വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ പ്രോബ്ലം സെക്ഷൻ എഴുതാൻ പറ്റൂ. ഓക്കെ, 24 മാർക്കുണ്ട് പ്രോബ്ലം സെക്ഷന്. സോ അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല. സോ നമുക്ക് അവിടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് കമ്പ്യൂട്ട് ദ ക്യൂ വാല്യൂ ഓഫ് ദ റിയാക്ഷൻ B raised to n dn B10. ഓക്കെ, then given the mass beryllium, that is giving mass of beryllium 9 എത്രയാണ് പറയുന്നത്? That is നമുക്ക് അവിടെ 9.012182 U and boron. Okay, boron 10.012938 U and നമുക്ക് ഡിക്ടീരിയം വരുന്നുണ്ട്. ഡിക്ടീരിയം 2.014102 U ആണ്. ഓക്കെ, അറ്റോമിക് മാസ് യൂണിറ്റ്. ആൻഡ് ന്യൂട്രോൺ വരുന്നുണ്ട് 1.008665 U. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്യൂ വാല്യൂ റിയാക്ഷന്റെ ക്യൂ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ക്യൂ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു റിയാക്ഷൻ എഴുതാൻ അറിയാമല്ലോ. നമുക്ക് ഇങ്ങനെ എഴുതുക, ഇതിന്റെ മീനിങ് വെച്ചാൽ ഇതിലോട്ട് ഇങ്ങനെ എഴുതുക. ഓക്കെ, റിയാക്ഷൻ നമുക്ക് ഷോർട്ട് ഫോം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു റിയാക്ഷൻ, ആ ന്യൂക്ലിയർ റിയാക്ഷൻസ് ചാപ്റ്ററിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിയാം. ഞാൻ ഇപ്പോൾ എന്തായാലും തിയറി പാർട്ടിലോട് വലുതായിട്ട് പോകുന്നില്ല, കാരണം ക്വസ്റ്റ്യൻസിന് അത്യാവശ്യം ഒരുപാട് നമുക്ക് കൊണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്. സോ ഞാനിപ്പോൾ തിയറി പാർട്ട് പോകുന്നില്ല. തിയറി പാർട്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക, അത് പേഴ്സണലി ചോദിക്കുക, മെസ്സേജ് അയക്കുക, ഞാനത് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തിയറി പോകുന്നില്ല, ജസ്റ്റ് ഞാൻ പ്രോബ്ലംസ് മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ബെർലി എന്ത് ചെയ്യുന്നു, ഒരു ഡിക്റ്റീവ് റിയാക്ട് ചെയ്ത ബോറോണും പിന്നെ ഒരു ന്യൂട്രോണും നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ക്യൂ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ക്യൂ വാല്യൂ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്യൂ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഇതിനകത്ത് ചിലപ്പോൾ നമ്മുടെ തിയറി പഠിക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെക്കുമായിരിക്കും. ബട്ട് മാക്സിമം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതിനകത്തുള്ള ഫോർമുലാസ് തന്നെ എടുത്ത് പഠിക്കുക ആദ്യം. ഓക്കെ, ഫോർമുലാസ് പഠിക്കുക. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരേണ്ട ചാൻസസ് വളരെ കൂടുതലാണ് ഇതിനകത്ത്. സോ മാക്സിമം സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇക്വേഷൻസ് കറക്റ്റ് നമുക്ക് ഒരു മാർക്ക് കൂടെ കിട്ടും. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ആൻസറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നമുക്ക്, കാരണം ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയാലും ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇക്വേഷൻ കറക്റ്റ് അവിടെ ഉണ്ടാവണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇക്വേഷൻ കറക്റ്റ് അവിടെ ഉണ്ടാവണം. അപ്പോൾ നമുക്കൊരു ക്യൂ വാല്യൂ കണ്ടുപിടിക്കാൻ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് ഇന്നത് തന്നെ ചോദിക്കണമെന്നില്ല. ദാറ്റ് മീൻസ് ഇതിപ്പോ ഈ ഒരു റിയാക്ഷൻ ചിലപ്പോൾ ഓക്സിജൻ, നൈട്രജൻ തരും, കാർബൺ തരും. ഇങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് ഇപ്പോൾ ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പറിൽ അതായത് 2020 മുതൽ 24 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സൈക്ലോട്രോണുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ മാത്രമാണ് ഒരേപോലെ നമ്പേഴ്സ് പോലെ മാറ്റാതെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ ചോദിക്കാം അതുപോലെ. അത് നമ്മുടെ മോഡേൺ ഫിസിക്സ് ആർ മുരുകേശൻ ആ ഒരു ടെക്സ്റ്റിനകത്ത് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ക്യൂ വാല്യൂ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ക്യൂ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന ഫോർമുല മാസ് ഓഫ് ദ റിയാക്ടന്റ് മൈനസ് മാസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻറ്റു നമ്മുടെ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ ക്യൂ വാല്യൂടെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമുക്ക് മാസ് ഓഫ് ദ റിയാക്ടന്റ്, അപ്പോൾ റിയാക്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ബെർലിയം ഈ ഡിക്റ്റീരിയം നമുക്ക് ഇവിടെ റിയാക്ടന്റ് ആയിട്ട് വരുന്നത്. സോ അത് എന്ത് ചെയ്യുക, മാസ് ഓഫ് ദ പ്രോഡക്റ്റ് രണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി മാസ് നമുക്ക് ഇപ്പോൾ തന്നിട്ടുണ്ട്. മാസ് തരാതിരിക്കാൻ ചാൻസ് ഇല്ല, മിക്കപ്പോഴും മാസ് തന്നിരിക്കും. ഓക്കെ, നമ്മൾ ഇക്വേഷനിൽ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമുക്ക് അതിന്റെ മെഗാ ഇലക്ട്രോൺ മാറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളവിടെ 931.5 മെഗാ ഇലക്ട്രോൺ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അത് ചെയ്യുന്ന സമയം നമുക്ക് എത്ര കിട്ടും, ഏകദേശം 4.36 കിട്ടും. നിങ്ങളൊരു കാൽക്കുലേഷൻ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഇക്വേഷൻസ് അല്ല, കാൽക്കുലേഷൻസ് ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, എവിടെയെങ്കിലും എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്ന് പറയാം. എറേഴ്സ് കാണാൻ ചാൻസ് ഇല്ല മോസ്റ്റ് കോമൺലി. ഓക്കെ, എന്തായാലും ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, പ്രോബ്ലംസ് എല്ലാം ഒന്ന് എടുത്തൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ടൈം ഉണ്ട്. ഓക്കെ, നാളെ ഒരു ദിവസം എന്തായാലും പ്രോബ്ലം സെക്ഷന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം, ബാക്കി പഠിക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കാൽക്കുലേറ്റ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ലീസ്റ്റ്ലി ടൈറ്റ്ലി ന്യൂട്രോൺ ഫ്രം കാൽഷ്യം 14 given mass of calcium is 39,962 U and the mass of the calcium 38.97 U and that is the mass of the neutron. Okay, mass of the neutron 1.008665 U. Okay, അപ്പോൾ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് നമുക്ക് അവിടെ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ലാസ്റ്റ് ആ ഒരു ന്യൂട്രോൺ റിലീസ് ആവുന്ന സമയത്ത്. ഓക്കെ, എന്താ ഡിറ്റർമിൻ ചെയ്തത്, ഫൈൻഡ് ദ
We have to find the calculate the energy required to remove the last tightly neutron. Okay, അതായത് ഒരു ന്യൂട്രോൺ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് നമുക്കിപ്പോൾ ഒരു 40 കാൽഷ്യം 14 എന്ത് ചെയ്യുന്നു റിയാക്ട് ചെയ്തിട്ട് അവിടെ 39ഉം അതുപോലെ തന്നെ ഒരു നൈട്രജൻ അല്ല ന്യൂട്രോണായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിന്റെ എത്ര എനർജി റിലീസ് ആവും നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ എമ്മിന്റെ വാല്യൂ ആണ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഡെൽറ്റ എമ്മിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഇവിടെ ഉള്ളത് ഏതാണ്? ഹിയർ വി ഹാവ് മാസ് ഡിഫക്റ്റ് എടുക്കണം. മാസ് ഡിഫക്റ്റ് ഇൻറ്റു എനർജി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? മാസ് ഡിഫക്റ്റ് ഇൻറ്റു 931.5 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ എനർജി വാല്യൂ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ റിയാക്ടൻസ് സൈഡിൽ 40 ആണ് വരുന്നത്. അപ്പൊ 40യുടെ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് 39.96. അപ്പൊ മാസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഏതിൽ നിന്ന് വരുന്ന ഡിഫക്റ്റ് ആണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്? മാസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പ്രൊഡക്റ്റിൽ നിന്നും നമ്മുടെ റിയാക്ടറിൽ നിന്നുള്ള ഡിഫറൻസ്. ഓക്കെ, അതായത് നമുക്കിപ്പോ നമ്മളിപ്പോ അങ്ങോട്ട് കൊടുക്കുന്ന മാസ് അല്ല നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, അതിൽ ചെറിയൊരു എനർജി ചേഞ്ച് ഉണ്ട്. അപ്പൊ അതാണ് അവിടെ ഉണ്ടാകുന്ന ബൈൻഡിങ് എനർജി എന്ന് നമുക്ക് ബൈൻഡിങ് എനർജി നമ്മുടെ ന്യൂക്ലിയസ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയും. നമുക്ക് ന്യൂട്രോൺസ് എന്ന സമയം നമുക്ക് അവിടെ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നു അവിടെ റിലീസ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോ ആ ഒരു ന്യൂട്രോൺ അവിടെ നിന്ന് റിലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത്രയും എമൗണ്ട് ഓഫ് എനർജി നമ്മളോട് സപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ പഠിച്ചു വെക്കുക എന്നുള്ളതല്ല, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. കാരണം ഞാൻ ഒരിക്കലും പറയാം, ന്യൂക്ലിയർ ഫിസിക്സിനകത്ത് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ഒരേ നമ്പറുടെ ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കത്തില്ല, ഒരേ മെത്തേഡ് ആയിരിക്കും ചോദിക്കുന്നത്, ബട്ട് ഡിഫറെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മെത്തേഡ്സ് പഠിച്ചു വെക്കുക, അതനുസരിച്ച് എന്താണ് ചോദിക്കുന്നതെന്ന് നോക്കിയിട്ട് ഉത്തരം എഴുതുക. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് എനർജി റിലീസ്ഡ് എന്ന് ചോദിക്കുന്നില്ല, ലീസ്റ്റ് ടൈറ്റ്ലി ന്യൂട്രോൺ ഫ്രം കാൽഷ്യം. ഓക്കെ, അത്രേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ അതായത് അവിടെ നിന്ന് കാൽഷ്യത്തിനെ റിമൂവ് ചെയ്യാൻ, അപ്പൊ അതൊരു റിയാക്ഷൻ നമ്മൾ എഴുതണം. ഓക്കെ, എഴുതിയിട്ട് എന്ത് ചെയ്യേണ്ടത്? ഇതിലോട്ട് വരാൻ. അപ്പൊ നമ്മളവിടെ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിച്ചു. അടുത്ത് എന്ത് ചെയ്തു? നമ്മളവിടെ മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എമ്മിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം? 931.5 മെഗാ ഇലക്ട്രോൺ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 15.53 വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് കാൽക്കുലേറ്റർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡെസിമൽ വാല്യൂസിൽ കുറച്ച് വ്യത്യാസം വരാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഡെസിമൽ റൗണ്ട് ഓഫ് ചെയ്ത് ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു AMUനെ കൺവേർട്ട് ചെയ്യുന്നുണ്ടോ? നമുക്ക് ആ ഒരു 931 ആ ഒരു വാല്യൂ നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എനർജി ഈക്വൽ ടു 1 AMU. ഓക്കെ, നമുക്കിവിടെ അറ്റോമിക് മാസ് യൂണിറ്റിലാണ്. നമുക്ക് മെഗാ ഇലക്ട്രോൺ ഓർഡറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു 931 യൂണിറ്റ് നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 931.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, എനർജി ഈക്വൽ ടു 1 AMU ആണ്. 1 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് ദ എനർജി ഈക്വൽ ടു 1 AMU? 1 അറ്റോമിക് മാസ് യൂണിറ്റ് ഈക്വലന്റ് ആയിട്ടുള്ള എനർജി എത്രയാണ് നമുക്ക് എന്ന് ചിലപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് അത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കി വെച്ചാൽ മതി. 1 മാർക്ക് ക്വസ്റ്റ്യൻ അത് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഓരോ ക്വസ്റ്റ്യൻ അതിന്റെ രീതിയിൽ മനസ്സിലാക്കി പോവുക. ഓരോ ക്വസ്റ്റ്യൻസും എൻ്റയർലി ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Calculate the half-life time and the mean lifetime of a radioactive substance whose decay constant is 4.28 into 10 raised to minus 4 per second. അതായത് നമുക്ക് ഹാഫ് ലൈഫ് ടൈം വേണം, മീൻ ലൈഫ് ടൈം വേണം, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിനെയാണ്. DK കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. DK കോൺസ്റ്റന്റ് നമുക്ക് ലാംഡ ആണ്. ഓക്കെ, DK കോൺസ്റ്റന്റ് നമുക്ക് ലാംഡ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 4.28 into 10 raised to minus 4 per ഇയർ. ഒരു ഇയറിൽ ഇത്രയാണ് നമുക്ക് അവിടെ DK സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാഫ് ലൈഫിന്റെ വാല്യൂ ഉണ്ട് 0.693 ബൈ ലാംഡയാണ് എന്തെന്ന് പറയുന്നത് ഹാഫ് ലൈഫിന്റെ വാല്യൂ. ഓക്കെ, ടി ഹാഫിന്റെ വാല്യൂ ദാറ്റ് ഇസ് 0.693 ഡിവൈഡ് ബൈ ലാംഡ. എത്ര കിട്ടും? ലാംഡ ഇവിടെ തന്നിട്ടുണ്ട്. ലാംഡ നമുക്കിപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇയറിലാണ് തന്നിരിക്കുന്നത്. സോ ആൻസർ എന്ത് തന്നെ കിട്ടും? ഇയറിൽ തന്നെ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത മീൻ ലൈഫിന്റെ ഫോർമുല ടോ ആണ്. 1 ബൈ ലാംഡ ആണ്. ദാറ്റ് ഈസ് എത്ര ഇടുന്നുണ്ട്? 1 ബൈ ലാംഡ എടുക്കുക. ദാറ്റ് ഇസ് 4.28 into 10 raised to minus 4 വരും. ഏകദേശം 2336.45 ഇയേഴ്സ് നമുക്ക് അവിടെ വരുന്നത്. പിന്നെ ഇതിൽ ചില സമയത്ത് നമുക്ക് സെക്കൻഡ്സിൽ തന്നിട്ട് കാൽക്കുലേറ്റ് ഇയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ നമ്മൾ ഇനി പറയാവുന്ന ക്വസ്റ്റ്യൻസിൽ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. ദാറ്റ് ചില സമയം നമുക്ക് അത് ഇയറിലായിരിക്കില്ല തന്നിരിക്കുന്നത്, മീൻസിലോ സെക്കൻഡിലോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇയറിലോട്ടൊക്കെ മാറ്റേണ്ടി വരാം. ഓക്കെ, അത് നമുക്ക് നോക്കാം. അത് ഇതിലിപ്പോൾ നമുക്ക് അവിടെ ഇയറിൽ തന്നെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാൽക്കുലേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങളപ്പോൾ അതൊരു മനസ്സിലൊരു ഐഡിയ അവിടെ ഡെവലപ്പ് ചെയ്ത് വെക്കുക, എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊരു കാര്യം. അത് വെച്ച് നമുക്ക് ഇവിടെ പറ്റത്തുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ വളരെ വളരെ കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, that is the radioactive substance has a half-life period of 30 days. Calculate the time taken 3/4,000 number of the atom to disintegrate. Okay, അതായത് ഇത് നമ്മൾ അന്ന് പ്രോബ്ലം സെക്ഷനിൽ അന്നൊരിക്കൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് നമുക്ക് ടി ഹാഫ് ഇപ്പോൾ തന്നിട്ടുണ്ട്. ടി ഹാഫ് 30 days ആണ്. ഓക്കെ, ഹാഫ് ലൈഫ് പീരീഡ് എത്രയാണ്? 30 days ആണ്. അപ്പോൾ നമുക്ക് അവിടെ 3/4 നമുക്ക് ഇവിടെ ഡിസെൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്തു? വി നീഡ് ടൈം ടേക്കൺ ഫോർ 3/4 ഓഫ് ആറ്റം ടു ഡിസെൻറ്റഗ്രേറ്റ്. അതായത് 3/4 ഡിസെൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ 1/4 അവിടെ കംപ്ലീറ്റ്
റിമെയിൻ ചെയ്യണം. ഓക്കെ, 1/4 നമുക്ക് ഇതിനവിടെ റിമെയിൻ, അത് ഒറിജിനൽ നിന്നും എത്രയാണ് 3/4 ആണ് നമുക്ക് അവിടെ പോകുന്ന എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി കെ ലോ ഉണ്ട്. ഡി കെ ലോയിൽ ഈ n ആണ് നമുക്ക് ഓൾറെഡി ഉള്ള വാല്യൂ. ഓക്കെ, n നമുക്ക് ഇപ്പോൾ ഉള്ള വാല്യൂ ആണ്. n0 നമുക്ക് ഓൾറെഡി ഉള്ളത്. അപ്പോൾ n0/4. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബാക്കി നമുക്ക് അവിടെ ലെഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ n0/4 എടുത്തു. ദാറ്റ് ഈസ് n/n0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, n/n0 എന്ന് പറയുന്നത് നമുക്ക് അവിടെ 1/4 എന്ന് കിട്ടും. അതായത് n/n0 is equal to e raised to minus alpha t, minus ഡെൽറ്റ ടി എന്ന വാല്യൂ നമുക്കുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മുടെ ഇക്വേഷൻ ആണ് ഇത്. ചില ടെക്സ്റ്റുകളിൽ മൈനസ് കെ ടി എന്ന് കൊടുത്തിരിക്കുന്നത്, ഡി കെ കോൺസ്റ്റന്റ് കെ എന്ന് കൊടുക്കുന്ന ചില ടെക്സ്റ്റുകളുണ്ട്. ഓക്കെ, ഒന്ന് രണ്ട് ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ലാംഡ ഇതിനെ കൊടുത്തിരിക്കും. ഓക്കെ, നിങ്ങൾ വേറെ ടെക്സ്റ്റ് റെഫർ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അങ്ങനെ കാണാൻ ചാൻസ് ഉണ്ട്. കെ അല്ലെങ്കിൽ ലാംഡ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1/4 കൊടുത്തു. സോ 1/4 is equal to e raised to minus ലാംഡ ടി. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ലോഗരിതമിക് ഫോം എടുക്കുക. ln ഫോം എടുത്തു. ln ഫോം എടുക്കുമ്പോൾ നമുക്ക് അറിയാം എന്ത് ചെയ്യും, e raised to മാറിയിട്ട് മൈനസ് ലാംഡ ടി എന്ന് കിട്ടും. സോ ln4ന്റെ വാല്യൂ എടുക്കുക. ടിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ടി ഈസ് ഈക്വൽ ടു ln4 ലാംഡ എന്ന് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ലാംഡയുടെ വാല്യൂ നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടൈം. ഓക്കെ, എത്ര ടൈം എന്നാണ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ നമുക്ക് അവിടെ ടൈം ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് ഇനി ലാംഡയുടെ വാല്യൂ നമുക്ക് അവിടെ വേണം. അപ്പോൾ ലാംഡ നമ്മൾ തൊട്ട് മുൻപത്തെ ഇക്വേഷൻ പറഞ്ഞിരുന്നു. ലാംഡ എത്രയാണ്, ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു 0.693/t½ ആണ്. ഓക്കെ, 0.693/t½ ആണ് നമുക്ക് ലാംഡയുടെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ സമയം നമുക്ക് 30 ഡേയ്സ് ആണ്. ഓക്കെ, ഡേയ്സ് തന്നെ ഉണ്ട്. സോ നമ്മൾ ഇനി വേറെ ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മിക്കപ്പോഴും ഡേയ്സിലാണ് നമ്മൾ ഈ സമയം പറയുന്നത്. കാരണം ഇത് വലിയ നമ്പേഴ്സ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡേയ്സിലാണ് കാര്യങ്ങൾ അവിടെ പറയുന്നത്. സോ ഡേയ്സിലൂടെ മാറ്റിയിട്ട് ഡേയ്സ് തന്നെ നിൽക്കുന്നത്, കുഴപ്പമില്ല, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, 0.0231 ഡേയ്സ് നമുക്ക് അവിടെ പെർ ഡേ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടുന്നുണ്ട്. സോ നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ടിയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ. ടിയുടെ ഇക്വേഷൻ എന്താണ്, ln(4) ലാംഡ ആണ്. സോ ലാംഡയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നിയർലി ഈക്വൽ ടു 60 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ 50 പോയിന്റ് സംതിങ് ഒക്കെ വരും. നമ്മളിപ്പോൾ ഇതിനകത്ത് റൗണ്ട് ഓഫ് ചെയ്ത വാല്യൂസ് ആണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒന്ന് കാൽക്കുലേഷൻസ് ഒന്നുകൂടി എടുത്ത് ചെയ്ത് നോക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. ബട്ട് ഇതേ വേർഡിങ്സ് ആയിരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റമാണ്. അപ്പോൾ ഒന്ന് ഇതാണെന്ന കാര്യം ഓക്കെ ഇക്വേഷൻസ് ഓർത്ത് വെക്കാം. ഞാൻ പറയുന്ന മാക്സിമം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുള്ള ഇക്വേഷൻസ് തന്നെ എടുത്ത് വെച്ച് പഠിക്കുക. കാരണം നമുക്കിപ്പോൾ തിയറി പാർട്ട് നിങ്ങൾ നോക്കി പോകുമ്പോൾ നമ്മൾ അതിനകത്ത് പലയിടത്തും നമുക്ക് ഇക്വേഷൻ പ്രത്യേകിച്ച് എടുത്ത് അങ്ങനെ പറയേണ്ട ഒരു ഇത് വന്നിട്ടില്ല അതിനകത്ത്. പല നമ്മുടെ തിയറീസ് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു തിയറി മാത്രം പറഞ്ഞു പോയ സ്ഥലങ്ങൾ ഉണ്ടാവും. ഓക്കെ, അത് നോർമലി അങ്ങനെയാണ് ആ ടെക്സ്റ്റുകളിൽ വന്നിരിക്കുന്നത്. ഓക്കെ, പല ടെക്സ്റ്റിലും. പിന്നെ അല്ലാതെ നമുക്ക് ഈ ഫോർമുലാസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഫോർമുലാസ് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തൊന്ന് പഠിക്കുക. ഓക്കെ, അത് ഇപ്പോൾ ഇതിലായാലും ഏത് ചാപ്റ്ററിലായാലും. ഓക്കെ, ഇതിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സിലും പ്രോബ്ലംസ് ഉണ്ട്. സോ എല്ലാ ചാപ്റ്റേഴ്സിലും ഉള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുക, എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ നോക്കിയിട്ട് അതിന്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഇക്വേഷൻസ് മിക്കപ്പോഴും സെയിം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, calculate the energy released by a fission of 1 kilogram of uranium-235 in kilowatt-hour. The energy released per fission is 200 mega electron volt and Avogadro number is 6.023 into 10⁻23. ഇതിൽ അവോഗാഡ്രോ നമ്പർ, മാസ് ഓഫ് ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ വോൾട്ട്, പിന്നെ അതുപോലെ തന്നെ മാസ് ഓഫ് പ്രോട്ടോൺ, ഇങ്ങനെയുള്ള വാല്യൂസ്, കോൺസ്റ്റന്റ് വാല്യൂസ് ഒരിക്കലും നമുക്ക് തരും എന്ന പ്രതീക്ഷ നമ്മൾ പോവല്ല. കാരണം നമുക്ക് അറിയാലോ നമ്മുടെ ഡിഗ്രി സ്റ്റുഡൻസ് ആണ്. സോ എസിക്സ് ആണ്. സോ അത് ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ അവർ ഇതിന്റെ വാല്യൂസ്, കോൺസ്റ്റന്റ് വാല്യൂസും അതുപോലെ ഇത്തരം വാല്യൂസ് ഒക്കെ തന്നിക്കുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, മാസ് ഓഫ് ഇലക്ട്രോൺ, ബോൾസ്മാൻ കോൺസ്റ്റന്റ്, ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ഈ ടേംസ് എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ടേംസ് കറക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, കാരണം അത് തരണം എന്നൊരു നിർബന്ധം അവിടെ ഇല്ല. ബട്ട് മിക്കപ്പോഴും ഉണ്ടാവാം, ബട്ട് ഇല്ലാത്ത സമയം അവിടെ വരാം. ഓക്കെ, അതിവിടെ ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, ദാറ്റ് ഇസ് വി ഹാവ് ടു ഫൈൻഡ് ദ എനർജി റിലീസ്ഡ് ബൈ ദ ഫിഷൻ. 1 കിലോഗ്രാം uranium-235 നമ്മളവിടെ ഫിഷൻ പ്രോസസ് ചെയ്ത സമയത്ത് എത്ര എമൗണ്ട് ഓഫ് എനർജി നമുക്ക് അവിടെ റിലീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കിപ്പോൾ പറഞ്ഞിട്ടുള്ളത് പെർ ഫിഷൻ, ഒരു ഫിഷൻ പ്രോസസ്സിൽ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ നമുക്ക് ദാറ്റ് ഇസ് 1 കിലോഗ്രാം uranium-235 എത്ര എമൗണ്ട് ഓഫ് എനർജി അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. uranium-235 നമ്മൾ ഇപ്പോൾ എത്രയുണ്ട്, 1 കിലോഗ്രാം ഉണ്ട്. ഓക്കെ, 1 കിലോഗ്രാം. അപ്പോൾ എനർജി പെർ ഫിഷൻ, ഓക്കെ, പെർ ഫിഷൻ എത്ര വരുന്നുണ്ട്, നമുക്ക് എനർജി പെർ ഫിഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ വരുന്നത് ദാറ്റ് ഈസ് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മെഗാ ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ എന്തിലോട്ട് മാറ്റുന്നുണ്ട്, ജൂൾസിലോട്ട് മാറ്റുന്നുണ്ട്. കാരണം നമുക്ക് ഇവിടെ നിൽക്കുന്ന ടേംസ് ഒക്കെ ഇപ്പോൾ കിലോഗ്രാമിലാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, അതിനെ നമ്മൾ ജൂൾസിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, 1.602 into 10⁻13 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് അവിടെ ജൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ എനർജി പെർ ഫിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ നമ്മൾ ജൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ മോളാർ മാസ്, ഓക്കെ,
നമുക്കിവിടെ 235 gram ആണ്. അതിനെ കിലോഗ്രാമിലോട്ട് മാറ്റുന്ന സമയത്ത് എത്ര വരും? 0.235 കിലോഗ്രാം പെർ മോൾ ആയിട്ട് വരും. ഓക്കെ, അത് മോളാർ മാസ് ആണ്. ദെൻ നമുക്ക് അവിടെ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്കവിടെ അവോഗാഡ്രോ നമ്പർ ഡിവൈഡ് ബൈ മോളാർ മാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? അവിടെ നമ്പർ ഓഫ് ആറ്റംസ്, അതായത് അതിൽ എത്ര ആറ്റംസ് ഉണ്ട്. ഓക്കെ, കാരണം 1 ഗ്രാമിലുള്ള നമുക്ക് 6.023 എന്ന് പറയുന്നത്. സോ അവിടെ എത്ര ഗ്രാം അവിടെ 0.35 വരുന്നത് നോക്കുന്ന സമയത്ത് ഇവിടെ 2.563 ഇൻറ്റു 563 into 10 raised to 24 ആറ്റംസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ദെൻ പിന്നെ നമുക്ക് ടോട്ടൽ എനർജി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ നമുക്കിപ്പോൾ ഒരു ഫിഷനിൽ നമുക്ക് റിലീസ് ചെയ്യുന്ന എനർജി നമ്മൾ ജൂൾസിൽ പറഞ്ഞു. ആ ജൂൾസിലുള്ള എനർജി ഇൻറ്റു ഇപ്പോൾ കിട്ടിയ നമ്പർ, അതായത് നമ്പർ ഓഫ് ആറ്റം. ഓക്കെ, നമ്പർ ഓഫ് ആറ്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര കിട്ടും? നമുക്ക് അവിടെ ദാറ്റ് ഈസ് 8.215 into 10 raised to 30 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കിലോ വാട്ട് അവറിലോട്ട് മാറ്റണം. കിലോ വാട്ട് അവറിലോട്ട് മാറ്റാനായിട്ട് നമുക്ക് കിട്ടിയ ആൻസറിന് എന്ത് ചെയ്യാം? അവിടെ 3.6 into 10 raised to 6 കൊണ്ട് എന്ത് ചെയ്യാം? നമ്മളത് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യും? അത് കിലോ വാട്ടിലോട്ട് നമുക്ക് അവിടെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 3.6 into 10 raised to 6. ഓക്കെ, അപ്പോൾ അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജൂൾസ് കിലോ വാട്ട്, 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 3. ഈ കൺവേർഷൻസ് ഒക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഓക്കെ, നമ്മളത് നിങ്ങൾ ഇവിടെ ഓർത്തെടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് അതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ഇപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രോളോഗ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതല്ലാതെ തന്നെ നമുക്ക് ഫിസിക്സ് നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് പഠിക്കേണ്ടതല്ല, നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കുന്നത്. ബട്ട് നമ്മൾ അങ്ങനെ നോക്കാറില്ല. അപ്പോൾ ഞാനാണെങ്കിൽ പോലും എക്സാം സമയത്തായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. കിലോ വാട്ട് അവറിലോട്ട് മാറ്റം എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 1.3 into 10 raised to 6. ഇതെന്താണ്? 1 കിലോ വാട്ട് അവർ. ഓക്കെ, കിലോ വാട്ട് അവറിന്റെ ജൂൾ കൺവേർഷൻ ആണ്. ദാറ്റ് ഇസ് 3.6 into 10 raised to 6. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഇതിലോട്ട് മാറ്റേണ്ടി വന്നത് ജൂൾസിലോട്ട്. ഓക്കെ, നമുക്ക് മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇതിലോട്ട് മാറ്റേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺവേർഷൻ നമ്മൾ അവിടെ ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? എന്ത് ചെയ്യണം? ഫിഷനിൽ നിന്ന് എത്ര എനർജി റിലീസ് ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇൻ കിലോ വാട്ട് അവറിൽ തന്നെ വേണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൺവേർഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഒരു 1/2 മാർക്ക് കുറയ്ക്കും ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഇല്ലെങ്കിൽ. ഓക്കെ, 1/2 മാർക്ക് അല്ലെങ്കിൽ മാക്സ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 1 മാർക്ക് കുറയ്ക്കും. കാരണം അവർ പ്രത്യേകിച്ച് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് കിലോ വാട്ട് അവർ ഇല്ലെങ്കിൽ 1 മാർക്ക് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ 27ാമത്തെ ക്വസ്റ്റ്യൻ. Then next question, a cyclotron in which the flux density is 1.4 Weber per meter square is employed to accelerate proton. How rapidly should the electric field between the D's be reversed? The mass of the proton is 1.67 into 10 raised to 27 kilogram and charge is equal to 1.6 into 10 raised to minus 19 കൂളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് ഒരു സൈക്ലോട്രോൺ തന്നിട്ടുണ്ട്. സൈക്ലോട്രോണിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 1.4 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് നമ്മൾ ഒരു പ്രോട്ടോണിനെ ആക്സിലേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പ്രോട്ടോണിനെ ആക്സിലേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സൈക്ലോട്രോണിൽ ഇലക്ട്രോൺസ് ആക്സിലേറ്റ് ചെയ്യിപ്പിക്കാറില്ല, അത് അറിയാലോ അത്. ഓക്കെ, അതൊന്നുകൂടി ആ ഒരു കാര്യം ഓർത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രോട്ടോണിനെ ആക്സിലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ മാസ് ഓഫ് ദ പ്രോട്ടോണും ചാർജ് ഓഫ് ദ പ്രോട്ടോണും പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അത് തന്നിരിക്കും. ഇത് നമുക്ക് സാധാരണ നമ്മുടെ മോഡേൺ ഫിസിക്സ് ആ ഒരു ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതുപോലെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇതിങ്ങനെ തന്നെ ചോദിക്കുന്നത്. ഓക്കെ, ഈ ഒരു 1.4ഉം ഇതെല്ലാം വേറെ ഒന്നും മാറ്റമൊന്നുമില്ല, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത് എത്ര റാപ്പിഡ്ലി നമ്മൾ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ റിവേഴ്സ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ടൈമാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ T is equal to pi m by BE. ഓക്കെ, pi m by BE. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ബാക്കിയുള്ള വാല്യൂസ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2.342 into 10 raised to minus 8 എന്ന് നമുക്ക് അവിടെ സെക്കൻഡ്സ് ആൻസർ കിട്ടാം. ഇതിപ്പോൾ ടൈം ആണ്. ഇനി എത്ര ഫ്രീക്വൻസി, ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രീക്വൻസിയുടെ ടേംസ് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, കാരണം ടൈം പറഞ്ഞാലും ഫ്രീക്വൻസി പറഞ്ഞാലും എന്താണ് അവിടെ നമുക്ക് സെയിം മീനിങ് ആണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീക്വൻസി എന്ന് എഴുതിയാൽ അവിടെ ശരിക്കും മാർക്ക് തരണമെന്നാണ്. കാരണം F is equal to BE by pi m എന്ന് കിട്ടും. ഓക്കെ, BE by pi m 1/t. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്താലും എന്ത് തന്നെയാണ് സെയിം ആൻസർ കിട്ടും. കാരണം എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം, ടൈം പറഞ്ഞാലും ഇത് പറഞ്ഞാലും എന്ത് തന്നെ സെയിം തന്നെ വരും. ഓക്കെ, അത് രണ്ട് സെയിം മീനിങ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രീക്വൻസി അതിപ്പോൾ ഫ്രീക്വൻസി ഇതിലും ടൈം എഴുതിയാലും എന്തിനെ കിട്ടും? സെയിം ആൻസർ. അത് ഇൻവേഴ്സ് വരും, ബട്ട് സെയിം നമുക്ക് മീനിങ് ആണ് അവിടെ വരുന്നത്. സോ അതുകൊണ്ട് രണ്ടും എഴുതാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മുടെ ഏത് ചാപ്റ്റർ എന്ന് മനസ്സിലായല്ലോ? നമ്മുടെ ഏതാണ്? പാർട്ടിക്കിൾ ആക്സിലേറ്റർ ആൻഡ് ഡിറ്റക്ടേഴ്സ്. ഓക്കെ, അതിൽ നമുക്ക് സൈക്ലോട്രോൺ സിങ്ക്രോട്രോണിൽ നിന്നും ക്വസ്റ്റ്യൻ വളരെയായിട്ട് ചോദിക്കാറില്ല. ജീജർ മുള്ളർ കൗണ്ടറിനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പ്രോബ്ലം സെക്ഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സിമുലേഷൻ കൗണ്ടർ ഏതോ ഒരു തവണ ഒരു കറണ്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എന്തോ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത 29ാമത്തെ
നമ്മുടെ 2024 29ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എ പോസിറ്റീവ് പയോൺ collided with a proton, 2 proton plus another particles are created. What is the another particle? ഓക്കെ, അതായത് നമുക്കിപ്പോൾ റിയാക്ഷൻ ഒന്നും തന്നിട്ടില്ല, പക്ഷെ റിയാക്ഷൻ നമുക്ക് വേർഡിങ്സിൽ തന്നിട്ടുണ്ട്, എഴുതി തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിയാക്ഷൻ നമ്മൾ അവിടെ എഴുതണം. അപ്പോൾ എലമെന്ററി പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് പഠിക്കുക. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ആൻസർ കീ സെൻഡ് ചെയ്തിരുന്നു, സ്കീം സെൻഡ് ചെയ്തിരുന്നു, അത് നിങ്ങൾ കണ്ടു കാണും. എലമെന്ററി പാർട്ടിക്കിൾസ് അവിടെ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എലമെന്ററി പാർട്ടിക്കിൾ ക്ലാസിഫിക്കേഷൻ ഇതിന് കംപ്ലീറ്റ് ആയിട്ടാണ് 15 മാർക്ക്. ഓക്കെ, അതിനകത്ത് നമുക്ക് സബ് ഡിവിഷനോ അങ്ങനെ ഒന്നുമില്ല. സോ കംപ്ലീറ്റ്ലി എന്താണ് 15 മാർക്ക് എന്തിനു വേണ്ടി തന്നെയാണ്? അതിന്റെ കംപ്ലീറ്റ് ആ ഒരു എക്സ്പ്ലനേഷൻ, അതിന്റെ ആ ഒരു ഫ്ലോ ചാർട്ട്, അതെല്ലാം വരച്ച് ഓരോ കാര്യങ്ങൾ എഴുതുന്നതിനാണ് 15 മാർക്ക്. അപ്പോൾ നമ്മൾ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു എലമെന്ററി പാർട്ടിക്കിൾ ഫിസിക്സ് ആ ഒരു ടോപ്പിക് നമ്മൾ ലാസ്റ്റത്തെ സബ്ജക്ട് കറക്റ്റ് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, പിന്നെ എക്സ്പ്ലനേഷൻ ഒന്നും ഒരുപാട് നമുക്ക് വേണമെന്നില്ല, എന്നാൽ എന്താണ് കാര്യം എന്ന് കറക്റ്റ് ആയിട്ട് നമ്മളിവിടെ പഠിച്ച് വെച്ചിരിക്കണം. എന്നാൽ ഇതിൽ പ്രോബ്ലംസും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ മെയിൻ ആയിട്ടും ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ രണ്ടാമത് വീണ്ടും പ്രിപ്പയർ ചെയ്യേണ്ട റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എലമെന്ററി പാർട്ടിക്കിൾസ്, കാരണം കഴിഞ്ഞ തവണ ഞാൻ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അത് ഞാൻ കുറച്ച് എലമെന്ററി പാർട്ടിക്കിൾ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് മാക്സിമം എല്ലാ ടോപ്പിക്സ് അവിടെ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി വീണ്ടും അത് ക്ലാസ് ഇന്ന് വെച്ചതും. ഈ ഒരു സെക്ഷൻ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ മെയിൻലി വരുന്നത്. ഇതും പിന്നെ നമ്മുടെ ആ ഒരു ക്യൂ വാല്യൂസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അന്ന് പിന്നീട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നത്, ഇപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പോൾ നമുക്കൊരു പോസിറ്റീവ് പയോൺ തരുന്നുണ്ട്. പോസിറ്റീവ് പയോൺ പ്രോട്ടോണിൽ കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, പയോൺ പൈ പ്ലസ്, അപ്പോൾ പയോൺ അല്ലെങ്കിൽ പൈ മെസോൺസ് എന്നൊക്കെ പറയും, പയോൺസ്. ഓക്കെ, അറിയാലോ, പൈ പ്ലസ് കൊളൈഡിങ് വിത്ത് പ്രോട്ടോൺ പ്ലസ് പി. ഓക്കെ, പ്ലസ് പി വരുന്നുണ്ട്. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് പ്രൊഡ്യൂസിങ് പ്രോട്ടോൺ പ്ലസ് പ്രോട്ടോൺ, 2 പ്രോട്ടോൺ പ്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു, പ്ലസ് ഒരു എന്ത് ചെയ്യുന്നു? ഏതൊരു പാർട്ടിക്കിൾ കൂടി അവിടെ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അടുത്ത പാർട്ടിക്കിൾ എന്താണ് നമുക്ക് അവിടെ അറിയത്തില്ല. സോ അത് ഡിറ്റർമിൻ ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് പയോൺ വിച്ച് ഇസ് കൊളൈഡിങ് വിത്ത് എ പ്രോട്ടോൺ പ്രൊഡ്യൂസിങ് 2 പ്രോട്ടോൺ, സോ ദ ചാർജ് കൺസർവേഷൻ ആൻഡ് ബാരിയർ നമ്പർ. ഓക്കെ, അതായത് അപ്പോൾ അവിടെ നമുക്ക് ചാർജും ബാരിയർ നമ്പർ എന്താണ്? അവിടെ കൺസേർവ്ഡ് ആണ്. ഓക്കെ, പ്രോട്ടോണും ഇതും പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? ചാർജും ബാരിയർ നമ്പർ അവിടെ ഓൾറെഡി എന്ത് ചെയ്യുന്നതാണ്? കൺസേർവ്ഡ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു റിയാക്ഷനിലാണെങ്കിൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് റിയാക്ഷൻ നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് തന്നെ ആയിരിക്കണം? അവിടെ കംപ്ലീറ്റ്ലി ആ റിയാക്ഷൻ കൺസേർവ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇപ്പോൾ അതിന്റെ സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ചാർജും ഇതൊക്കെ എന്താണ്? കാരണം ഇത് +1 +1. ഓക്കെ, ഇതും +1 ഇതും +1. പിന്നെ ഇതെല്ലാം ബാരിയോൺസ് ആണ്. സോ അതുകൊണ്ട് ബാരിയോൺ നമ്പർ 1 തന്നെയാണ്, ഇതും 1 തന്നെയാണ്, ഇതും 1 തന്നെയാണ്, ഇതും 1 തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാം എന്ത് ചെയ്യുന്നു? നമുക്ക് അവിടെ കൺസേർവ്ഡ് ആണ്. ഓക്കെ, എല്ലാം കൺസേർവ്ഡ് ആണ്. ലോസ് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്താണ്? എല്ലാം കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഇത് മാത്രം വന്നിട്ട് ഒരു കൺസർവേഷൻ വയലേഷൻ വരാൻ പാടില്ല. അപ്പോൾ അതും അവിടെ എന്താണ്? അവിടെ കൺസേർവ്ഡ് ആയിരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ ന്യൂട്രൽ മെസോൺ വെച്ചു കൊടുത്താൽ എന്തായിരിക്കും? ന്യൂട്രൽ മെസോൺ വെച്ചു കൊടുത്താൽ നമുക്ക് എന്താവും? ന്യൂട്രൽ മെസോൺ വെച്ചു കൊടുത്താൽ നമുക്ക് അവിടെ അത് റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൺസേർവ്ഡ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു കൺസർവേഷൻ നമ്മൾ അവിടെ കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സോറി, ഇത് ബാരിയർ നമ്പർ 0 കേട്ടോ, ബാരിയർ നമ്പർ 0 അല്ല, ബാരിയർ നമ്പർ ഇതെല്ലാം സീറോസ്. ഓക്കെ, 0 0 ഇവിടെ 0 വരും. അപ്പോൾ ചാർജ് കൂടി 0 വരുന്ന സമയത്ത് എന്തായിക്കൊള്ളും? അവിടെ അത് കൺസേർവ്ഡ്. ബാരിയർ നമ്പർ 1 അല്ല, 0 ആണ്. ഓക്കെ, ബാരിയർ നമ്പർ 0, പയോൺസിന്റെ എല്ലാം പയോൺസിനും പ്രോട്ടോൺസിനും ബാരിയർ നമ്പർ 0 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സോ ഫൈനൽ റിയാക്ഷൻ നമുക്ക് അവിടെ π0 എന്ന് അവിടെ എഴുതാം. നിങ്ങളപ്പോൾ അതിന്റെ ഏതാണ് പാർട്ടിക്കിൾ എഴുതിയിട്ട് അതുപോലെ ജസ്റ്റ് ആ ഒരു എക്സ്പ്ലനേഷൻ കൂടി കൊടുത്തിരിക്കാം. കാരണം എക്സ്പ്ലനേഷൻ 4 മാർക്ക് അല്ലേ, അപ്പോൾ 4 മാർക്കിനാകുമ്പോൾ 2 മാർക്ക് ആ എക്സ്പ്ലനേഷൻ, 2 മാർക്ക് അതിന്റെ ലാസ്റ്റത്തെ ഈ ആൻസർ ഇങ്ങനെ എഴുതുന്നതായിരിക്കും. അതുകൊണ്ട് അതുകൂടി എഴുതുക. ഓക്കെ, വെറുതെ അത് കളയരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A muon collided with a proton and a neutron plus another particle is formed. What is the another particle? Okay, ഇതുപോലെ പാർട്ടിക്കിൾസ് ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് ചോദിക്കാം. ചിലപ്പോൾ കോർക്ക് കോമ്പോസിഷൻസ് ചോദിക്കാം. കോർക്ക് കോമ്പോസിഷൻസ് ഒരു തവണ എന്തോ മാത്രമേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൂ. ബട്ട് ഈ പാർട്ടിക്കിൾസ് ഡിറ്റക്ട് ചെയ്യാൻ കണ്ടല്ലോ, ഇത് അടുത്തടുത്തുള്ള 2 ക്വസ്റ്റ്യൻസ്. ഇത് 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ പറയുന്നത് നോക്കുക. ഒരു മിയോൺ ഉണ്ട്, ഒരു പ്രോട്ടോണുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മിയോൺ പ്ലസ് പ്രോട്ടോൺ ഗിവിംഗ് എ പ്രോട്ടോൺ പ്ലസ് അനദർ പാർട്ടിക്കിൾ. ഒരു ന്യൂട്രോണും ഒരു അനദർ പാർട്ടിക്കിൾ ഫോം ചെയ്തു. അപ്പോൾ അതോട് അടുത്ത് ഫോം ചെയ്ത പാർട്ടിക്കിൾ ഏതാണ്? ഓക്കെ, ഇവിടെ നമുക്ക് പറയാം ഒരു മിയോൺ എന്ത് ചെയ്യാണ്? പ്രോട്ടോണിൽ കൊളൈഡ് ചെയ്യുകയാണ്, ഫോമിങ് എ ന്യൂട്രോൺ ആൻഡ് ദ അനദർ പാർട്ടിക്കിൾ ടു കൺസേർവ് ലെപ്റ്റോൺ നമ്പർ. ഓക്കെ, അവിടെ ലെപ്റ്റോൺ നമ്പർ കൺസേർവ് ആയിരിക്കണം. ആൻഡ് ചാർജ് ദ മിസ്സിംഗ് പാർട്ടിക്കിൾ മസ്റ്റ് ബി മ്യൂ ന്യൂട്രിനോ. ഓക്കെ, എന്തായിരിക്കണം? മ്യൂ ന്യൂട്രിനോ ആയിരിക്കും എന്താ അടുത്ത പാർട്ടിക്കിൾ. ഓക്കെ, മ്യൂ ന്യൂട്രിനോ. സോ അവിടെ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് അവിടെ ലെപ്റ്റോൺ നമ്പർ ബാക്കിയുള്ള എന്തായിരിക്കും? അവിടെ കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ലെപ്റ്റോൺ നമ്പർ വിൽ ബി കൺസേർവ്ഡ്. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്തു? ആ റിയാക്ഷൻ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. അപ്പോൾ അത്
ഇപ്പോൾ ഈ റിയാക്ഷൻ തന്നെ ചോദിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ആ ഒരു സെക്ഷനിലോട്ട് പോവാം. സെക്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യണം, അവിടെയുള്ള എല്ലാ റിയാക്ഷൻസും പഠിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കിൾസ് പഠിക്കണം. അതായത് നമുക്ക് അതിന്റെ ലെപ്റ്റോൺ നമ്പേഴ്സ് ഏതാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ബാരിയോൺ നമ്പർ എന്താണ്, അങ്ങനെ ഓരോ നമ്പേഴ്സ് എന്തൊക്കെയാണ് കറക്റ്റ് എന്ത് ചെയ്യുക അവിടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാതെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ചോദിച്ചു അപ്പോൾ പോസിറ്റീവ് രണ്ടും ചെയ്യുമ്പോൾ ഇത് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഇത് ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കത് എക്സാമിനേഷൻ ടൈമിൽ അത് ഇതായിട്ട് മാറും, ബർഡൻ ആയിട്ട് മാറും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അത് പോയിട്ട് എന്ത് ചെയ്യുക, ഇനി അടുത്ത് ഓരോ പാർട്ടിക്കിൾസ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ ബാരിയോൺ നമ്പർ, ലെപ്റ്റോൺ നമ്പർ, സ്ട്രെയിൻനെസ് ആർക്കൊക്കെ ഉണ്ട്, ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കുക. പിന്നെ കോർത്ത് കോമ്പോസിഷൻ. Okay. Our next question. Calculate the binding energy per nucleon for a neutron. Given Mn is equal to 1.675 into 10 raised to minus 27 kilogram. Mp, mass of proton, which is be equal to 1.672 into 10 raised to minus 27 kilogram. And that is Md. Okay, that is equal to, that is 3.343 into 10 raised to minus 27 kilogram. അപ്പോൾ മാസ് ഓഫ് പ്രോട്ടോൺ ഉണ്ട്, മാസ് ഓഫ് ന്യൂട്രോൺ ഉണ്ട്, മാസ് ഓഫ് ഡിക്ടീരിയം ഉണ്ട്. സോ എത്രയാണ് റെസ്പെക്റ്റീവ് മാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യണം, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ. അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ എമ്മിന്റെ വാല്യൂ, ദാറ്റ് ഇസ് ഡെൽറ്റ എം ആദ്യം ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മാസ് ഓഫ് ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ മൈനസ് എം ഡി വരും. ഓക്കെ, അതായത് എന്ത് ചെയ്യാം, മാസ് ഓഫ് പ്രോട്ടോണും ന്യൂട്രോണും ആഡ് ചെയ്തതിന് ശേഷം എന്ത് സബ്ട്രാക്ട് ചെയ്യാം, അവിടെ ന്യൂട്രോണിന്റെ മാസ് നമുക്ക് അവിടെ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, രണ്ട് മാസം പിന്നെ അതിനെ സബ്ട്രാക്ട് ചെയ്യുന്നു. സോ ആ സമയം നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു മാസിന്റെ വേരിയേഷൻ എത്രയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. സോ മാസിന്റെ വേരിയേഷൻ എത്ര വരുന്നുണ്ട്, മാസിന്റെ വേരിയേഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 0.004 into 10 raised to minus 27 kilogram ആണ്. അടുത്ത് നമുക്ക് നമ്മുടെ എന്ത് ഇക്വേഷൻ കൊടുക്കാം, thus we can substitute it into is equal to delta mc square. ഓക്കെ, അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ ഉണ്ട്, സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ദെൻ അപ്പോൾ നമുക്ക് ഇവിടെ 3.6 into 10 raised to minus 13 ജൂൾ വരുന്നുണ്ട്. സോ എനർജി, ഓക്കെ, എനർജിയുടെ വാല്യൂ നമുക്ക് ജൂൾസിൽ കിട്ടി. ഇനി എന്തിലോട്ട് മാറ്റുക, ഇലക്ട്രോൺ വോൾട്ടിലോട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ടു ജൂൾസിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 into 10 raised to minus 13 ജൂൾസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, കൺവേർഷൻസ് എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. നമുക്കത് പ്രത്യേകിച്ച് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ഓക്കെ, ന്യൂക്ലിയോൺ ചോദിക്കുമ്പോൾ ഇതുവരെ എഴുതിയ ചില ടീച്ചേഴ്സ് നമുക്ക് മാർക്ക് ചെയ്യുള്ളൂ, പക്ഷെ ആൻസർ കീയിൽ അവർക്ക് ഈ ഒരു ഇതാ വരുന്നത്. ഓക്കെ, പിന്നെ ഡ്യൂട്രോൺ പെർ ന്യൂക്ലിയോൺ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെർ ന്യൂക്ലിയോൺ ആകുമ്പോൾ നമുക്ക് ഡ്യൂട്രോണിൽ 2 ന്യൂക്ലിയോൺ വരും. അപ്പോൾ ഒരു ന്യൂക്ലിയോണിൽ എത്ര വരുന്നു എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ ഹാഫ് നമ്മൾ എടുക്കേണ്ടി വരും, കാരണം രണ്ടും ഡ്യൂട്രോൺ ആണല്ലോ. അപ്പോൾ എന്തായാലും ഹാഫ് നമുക്ക് അവിടെ ഒരു ഇതിന് വരത്തുള്ളൂ. ഓക്കെ, 3 നമ്മൾ 3 ചെയ്യണമായിരുന്നു. ഓക്കെ, ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ബൈ 3 ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം. ഓക്കെ, അടുത്തതിൽ എന്ത് ചെയ്യുക, 3 വെച്ച് നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഡിവൈഡ് ബൈ 3 ചെയ്യണം. ഇപ്പോൾ നമുക്ക് 2 ഉള്ളൂ. സോ അതുകൊണ്ട് ഡിക്ടീരിയം ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഡ്യൂട്രോൺ ആയതുകൊണ്ട് നമ്മളവിടെ 2.25 ഡിവൈഡ് ബൈ 2 ചെയ്യുന്നത് 1.125 മെഗാ ഇലക്ട്രോൺ വോൾട്ട് നമുക്ക് ആൻസർ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻ. ഈ കൺവേർഷൻസ് നമുക്ക് അവിടെ പ്രത്യേകിച്ച് നോക്കി വെക്കാം. ആൻസർ കീയിൽ മിക്കപ്പോഴും ടീച്ചേഴ്സിന് ആൻസർ സ്കീമിൽ നമുക്ക് ഇവിടെ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ ടീച്ചർ തിരിച്ചു പോയി ഇതിലൂടെ ചെയ്ത് നോക്കാൻ പോവില്ല. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതുന്ന ആൻസർ അവിടെ എന്ത് ചെയ്യും, ചില ടീച്ചേഴ്സ് നോക്കും ജൂൾസിലായിരിക്കും, അല്ലെങ്കിൽ ചില ആൻസർ കീയിൽ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ആൻസേഴ്സ് ഇതിലോട്ട് മാറ്റി എഴുതുക, ഇലക്ട്രോൺ വോൾട്ടിലോട്ട് മാറ്റി എഴുതുക. കാരണം നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഒക്കെ മിക്കപ്പോഴും ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലാണ് നമ്മളോട് പറയാറുള്ളത്. സോ അതിലോട്ട് എന്ത് ചെയ്യുക, അവിടെ മാറ്റി എഴുതുക. ഓക്കെ, അപ്പോൾ ആ ഒരു കൺവേർഷൻ ഓക്കെ ആണല്ലോ. പിന്നീട് അതിൽ പറയാനായിട്ട് വരുന്നത്, ഇവിടെ കൺവേർഷൻ എഴുതുമ്പോൾ ഇതിപ്പോൾ 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് 1.6 into 10 raised to minus 13 ജൂൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് അല്ലാതെ നമുക്ക് ഇവിടെ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് ഇവിടെ പവറിൽ വ്യത്യാസം വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1.6027 into 10 raised to minus 19 ജൂൾസ് ആണ് കേട്ടോ. അപ്പൊ അതെന്ന് വെച്ചാൽ 1 ഇലക്ട്രോൺ വോൾട്ട്, ഇത് 1 മെഗാ ഇലക്ട്രോൺ, ഒരു 6ന്റെ പവറിൽ വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അതാണ് 10 raised to minus 13 വരുന്നത്. അപ്പൊ കൺവേർഷൻ ചെയ്യുമ്പോഴൊക്കെ 1 മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണോ 1 ഇലക്ട്രോൺ വോൾട്ടിലാണോ കൺവേർട്ട് ചെയ്യുന്ന കാര്യം അവിടെ നോക്കിയാൽ മതി. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ എഴുതാം, മെഗായിലോട്ട് മാറ്റണമെന്നില്ല. എന്ത് ചെയ്താൽ മതി, ഇലക്ട്രോൺ വോൾട്ട് മാറ്റിയാലും മതി. ഇപ്പൊ ഞാൻ ഈ ഒരു പ്രോബ്ലത്തിലൂടെ മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നോക്കുക, കൺവീനിയൻസ് അനുസരിച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calculate the binding energy of the last neutron in M, that is 2311 sodium, and mass of the 2311 N is equal to 22.9898 U, and atomic mass of sodium, that is 21.9944 U.
and the mass of the neutron, okay, mass of the neutron, that is equal to ഇത് ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു ഇതുണ്ട്. നമുക്ക് രണ്ടാമത് തന്നിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ 22 ആണ് കേട്ടോ. അത് ക്വസ്റ്റ്യനിൽ അന്നൊരു എറർ ഉണ്ടായിരുന്നായിരുന്നു. ഇത് 2023 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ ഒരു അത് എററായിട്ട് ഡിറ്റക്ട് ചെയ്യത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ അവർ പറയത്തേ ഉള്ളൂ. ഓക്കെ, അത് എററായിട്ട് അതിലൊന്ന് വാല്യൂഷൻ സ്കീമിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് അവിടെ നമുക്ക് 22 ആണ്. ഓക്കെ, ഇത് 23 ആയതുകൊണ്ട് ഇവിടെ 22 ആണ്. നമ്മൾ എന്ത് ചെയ്യുക, പ്രിന്റിംഗ് എറർ ആണ്. അതല്ലാതെ ക്വസ്റ്റ്യനിൽ വേറെ ഫോൾട്ട് ഒന്നും ഇല്ല, പ്രിന്റിംഗ് മിസ്റ്റേക്കിൽ വന്ന കാര്യം. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകിച്ച് അത് നോക്കത്തില്ല. സോ 22 ആണ് കേട്ടോ. ഓക്കെ, 22 മാസ് ഓഫ് ദ ന്യൂട്രോൺ 1.0087 U ആണ്. അപ്പോൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കണം. ബൈൻഡിങ് എനർജി നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ദാറ്റ് ഈസ് എന്താ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ബൈൻഡിങ് എനർജി ഓഫ് ദ ലാസ്റ്റ് ന്യൂട്രോൺ. അതായത് ലാസ്റ്റ് ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രോൺ അവിടെ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം, ഓക്കെ, അപ്പോൾ ഉള്ള മാസം നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കവിടെ ആ ഒരു 22ന്റെ കൂടെ ഒരു മാസ് കൂടി ആഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ആ ന്യൂട്രോൺ കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുന്നുണ്ട്? ദാറ്റ് ഈസ് 23.00310 U നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ ഡെൽറ്റ എം എടുക്കുമ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്, ടോട്ടൽ ഇവിടെ നമുക്ക് ഉണ്ടായിരുന്ന ഈ ഒരു 23 ഈ ഒരു വാല്യൂ ആണ്. ഓക്കെ, യു എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ നമുക്ക് ഉള്ളത്. സോ അതിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു ഇതിനെ കുറയ്ക്കുക മീൻസ് ഇത് അവിടെ റിമൂവ് ചെയ്യുമ്പോൾ ഒന്ന് കുറയുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് ഇതിനോട് സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. 23യുടെ നമ്മൾ വാല്യൂ അവിടെ സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. 23 സോഡിയം വന്നിട്ട് 22.9897 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 0.0133 വരും. ഓക്കെ, അതായത് എന്ത് ചെയ്യാം, ഒരു ലാസ്റ്റ് ന്യൂട്രോൺ റിമൂവ് ചെയ്യേണ്ട ആവശ്യമാകുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, ബൈൻഡിങ് എനർജി ഓഫ് ദ ലാസ്റ്റ് ന്യൂട്രോൺ 23. ഓക്കെ, അതായത് 23 സോഡിയം, 23 സോഡിയം ആ ഒരു ആറ്റിൽ നിന്നും ഒരു ന്യൂട്രോൺ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ റിമൂവ് ചെയ്യണം. ഓക്കെ, ഒരു ന്യൂട്രോൺ റിമൂവ് ചെയ്യണം. അപ്പോൾ എത്ര വരുന്നുണ്ട്? So delta M ന്റെ വാല്യൂ 23.00310 minus 22.9897, that is 0.013332 U എന്ന് കിട്ടുന്നു, അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് കിട്ടുന്നുണ്ട്. സോ ആ കിട്ടിയ വാല്യൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ കിട്ടിയ വാല്യൂ കൂടെ നമ്മളവിടെ 931.5 ചെയ്താൽ മതി. അപ്പോൾ ഇതിലോട്ട് മാറും, അതവിടെ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് നിങ്ങൾ ആ ചിന്തിച്ചെടുക്കുന്ന കാര്യം, ഓക്കെ, ലാസ്റ്റ് ന്യൂട്രോൺ റിമൂവ് ചെയ്യുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ ഒരു ഫൈനൽ എന്താ എങ്ങനെ വരുന്നു, നിങ്ങൾ ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഡിഫറൻസ് എടുക്കണം എന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അത് നമുക്ക് ഒരു കൺഫ്യൂസിങ് അവിടെ വരേണ്ട ഒരു ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ 1-2 ക്വസ്റ്റ്യൻസ് ഇതേപോലത്തെ മോഡലിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് സോഡിയം തന്നെ ചോദിക്കണമെന്നില്ല, മോഡലിൽ 1-2 ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്ത് എടുത്താലും മാസ് ഡിഫക്റ്റ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്. മാസ് ഡിഫക്റ്റ് ആണ് നമുക്ക് എനർജി ആയിട്ട്, അതറിയാലോ, ബൈൻഡിങ് എനർജി എന്ന് പറയുമ്പോൾ അതാണല്ലോ, എന്താണ് മാസ് ഡിഫക്റ്റ് ആണ് എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, ആ ഒരു മാസിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു വേരിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദറ്റ് ഇസ് ദ റേഡിയസ് ഓഫ് യുറേനിയം 23892 U, that is nucleus is 7.44 Fermi. Estimate the radius of nitrogen nucleus. Okay, അതായത് ഇപ്പൊ നമുക്ക് യുറേനിയത്തിന് തന്നിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമില്ല, ഒരു കമ്പാരിസൺ. ഓക്കെ, എനിക്ക് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത്. ഓക്കെ, അതായത് ജസ്റ്റ് ഇപ്പോൾ ഒരു കമ്പാരിസൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ റേഡിയസ് തന്നിട്ടുണ്ട്, യുറേനിയം ന്യൂക്ലിയസിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു റേഡിയസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ റേഡിയസ് വെച്ച് നമുക്ക് അവിടുത്തെ ആറിന്റെ വാല്യൂ, സോറി, റേഡിയസ് തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ RU, ഓക്കെ, വാല്യൂ നമുക്കിവിടെ ഡിറ്റർമിൻ ചെയ്യണം. ദെൻ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, അതായത് നമുക്കിപ്പോ ഫസ്റ്റ് എന്താ റേഡിയസ് ഓഫ് യുറേനിയം തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ടു എസ്റ്റിമേറ്റ് ദ നൈട്രജൻ 40 ന്യൂക്ലിയസ് വി ഹാവ് ടു ഹാവ് ദ എംപിരിക്കൽ ഫോർമുല R is equal to R0 a raised to 1/3. 6 ന്യൂക്ലിയർ റേഡിയസ് ആണ്. ദെൻ അതുപോലെ തന്നെ A എന്താണ്, A is the mass number. Okay, A is the mass number. ഇവിടെ ഈ R0 കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ R0 കോൺസ്റ്റന്റ് ഇപ്പോൾ ഇങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് R0 കോൺസ്റ്റന്റ് ആണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ യുറേനിയം വെച്ച് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. ഓക്കെ, R0 കോൺസ്റ്റന്റ് നമുക്ക് അവിടെ അത് ഏകദേശം ഒരു റേഞ്ച് പറഞ്ഞിരിക്കുന്നത് 1.2 ഫെർമി ഒക്കെ വരും എന്നുള്ള ആ ഒരു റേഞ്ച്. ഓക്കെ, 1.2 തന്നെ പറഞ്ഞില്ല, വാല്യൂസ് വേരി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റത്തില്ല. സോ ആദ്യം എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഇവിടെ വേണ്ട കേട്ടോ, ശരിക്കും ഒരു ഇവിടെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് എഴുതണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് R0 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ R0 വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ യുറേനിയം വെച്ച് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. കാരണം യുറേനിയത്തിൽ നമുക്ക് അവിടെ എന്താ റേഡിയസ് തന്നിട്ടുണ്ട്, 7.44 ഫെർമി മീറ്റർ ആണ്. ഓക്കെ, ഫെർമി മീറ്റർ. സോ അതുണ്ട്. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അറ്റോമിക് നമ്പർ അവിടെ 238 ആണ്. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വാല്യൂ എടുക്കാൻ പറ്റും. ദാറ്റ് ഇസ് R0 RU by a raised to 1/2, that is 238 whole raised to 1/3 വരും. ദാറ്റ് ഇസ് ഏകദേശം ഒരു 1.196 ഫെർമി മീറ്റർ ആണ് R0 വാല്യൂ. ഓക്കെ, നിയർലി ഈക്വൽ ടു ആണ്. നമ്മൾ ചെയ്ത് നോക്കാം അതൊന്നുകൂടി. സോ ആ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഇസ് അടുത്ത R0 നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് ഫോർ
എന്താണ് ഈ ഒരു R0 യൂസ് ചെയ്ത് നൈട്രജൻ 14 എടുക്കാം. മനസ്സിലായ സംഭവം എന്താണെന്ന്? വേറൊന്നുമില്ല, ജസ്റ്റ് യുറേനിയം യൂസ് ചെയ്ത് ആദ്യം R0 വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, യുറേനിയം യൂസ് ചെയ്ത് R0 വാല്യൂ അവിടെ ഡിറ്റർമിൻ ചെയ്യുക. ദെൻ ആ R0 യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? R0 യൂസ് ചെയ്ത് നമുക്ക് അവിടുത്തെ ഈ Rന്റെ വാല്യൂ, റേഡിയസ് ഓഫ് ദ നൈട്രജൻ എന്ത് ചെയ്യുക? അവിടെ ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, ഏകദേശം 2.88 ഫെർമി മീറ്റർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആക്ടിവിറ്റി ഓഫ് 2.00 mg milligram of radon is 330 C. Okay, Curie. Okay, that is, what will be its activity after 1 week? Half life of the radon is 3.8 days. Okay, അതായത് നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഒരു എത്ര 200 മില്ലിഗ്രാം റെഡോണിൻ്റെത് 310 CI ആണ് എന്ന് പറയുന്നത് അതിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ എത്ര വരും ആക്ടിവിറ്റി? എത്ര അവിടെ നമുക്ക് ഒരു ആക്ടിവിറ്റി അവിടെ വരാം? ഓക്കെ, അല്ലെങ്കിൽ എത്ര ആ ഒരു ഡീകേ നമുക്ക് അവിടെ സംഭവിക്കുന്നത്? ഓക്കെ, അതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തന്നിട്ടുള്ള ഡാറ്റാസ് ഒക്കെ നോക്കുക. ഓക്കെ, അതാണ് ഡാറ്റാസിൽ ഇനിഷ്യൽ ആക്ടിവിറ്റി A0 നമുക്ക് തരുന്നുണ്ട്. എത്രയാണ് ആക്ടിവിറ്റി? അപ്പോൾ ഒരു സാമ്പിൾ എത്ര ഡീകേ ചെയ്യും എന്ന് അതറിയാലോ. ആക്ടിവിറ്റി ഉദ്ദേശിക്കുന്നത് ദ റേറ്റ് അറ്റ് വിച്ച് റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ഡീകേ. ഓക്കെ, അതാണ് നമ്മൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡീകേ പെർ യൂണിറ്റ് ടൈം ആണ് ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം 310 CI ആണ് എന്ത് ചെയ്യുന്നത് അവിടെ സാധാരണ ഗതിയിൽ അത് ഡീകേ സംഭവിക്കുന്നത്. ഓക്കെ, ക്യൂറിലൊക്കെ തരാം കേട്ടോ, മിക്കപ്പോഴും ക്യൂറിൽ തന്നെ നമുക്ക് തരും. ഓക്കെ, ആ ഒരു വാല്യൂ. സോ അവിടെ ഇനിഷ്യൽ ഹാഫ് ലൈഫ് ടൈം പറയുന്നുണ്ട്, ടി ഹാഫ് 3.8 ഡേയ്സ് ആണ്. നമുക്ക് ഇനി അടുത്ത് ഇത് കണ്ടുപിടിക്കേണ്ട ടൈം എത്രയാണ്? നമുക്ക് 7 ഡേയ്സ് ആണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, 7 ഡേയ്സ്. അപ്പോൾ ഡി കെ കോൺസ്റ്റന്റ് ആദ്യം എടുക്കുക, ലാംഡയുടെ വാല്യൂ. ദാറ്റ് ഇസ് ലാംഡ ഈസ് ഈക്വൽ ടു ln2 by t half ആണ്. 0.693 ഡിവൈഡ് ബൈ 3.8. ഓക്കെ, 0.1824 ഡേയ്സ്. ഓക്കെ, പെർ ഡേ നമുക്ക് ഇവിടെ കിട്ടും. ദെൻ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? എയുടെ ഇക്വേഷൻ യൂസ് ചെയ്തു. A is equal to A0 നമ്മുടെ ആക്ടിവിറ്റിയുടെ ഇക്വേഷൻ ആണ്. ഓക്കെ, ആക്ടിവിറ്റിയുടെ ഇക്വേഷൻ ആണ്. A is equal to A0 e raised to minus lambda t. ബാക്കിയെല്ലാം നമുക്ക് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ് ഉണ്ട്. നമ്മുടെ T7 ഡേയ്സ് ആണ്. ഓക്കെ, ഇപ്പൊ നിൽക്കുന്ന വാല്യൂ നമുക്ക് ഡേയ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഹാഫ് ലൈഫ് ഡേയ്സിലല്ല സെക്കൻഡ്സിലല്ല ആയിരുന്നുവെങ്കിൽ സെക്കൻഡിൽ തരത്തില്ല. അങ്ങനെ തന്നിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? അതിനകത്ത് കൺവേർട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? അവിടെ മിനിറ്റിലോട്ട് ഡേയ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് തന്നെ മാറ്റുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് അവിടെ വാല്യൂസ് ഡയറക്റ്റ് തന്നെ തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം? A is equal to 310 into e raised to minus lambda t. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 86.3 ക്യൂറി നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഫൈനൽ ആക്ടിവിറ്റി ഏകദേശം എന്ത് ചെയ്യുന്നു? 86.3 സംതിങ് ആണ് എന്ത് ചെയ്യുന്നത്? 1 വീക്ക് കഴിയുമ്പോൾ അവിടെ ഫൈനൽ ആക്ടിവിറ്റി നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആദ്യം നമ്മുടെ ആ ഒരു A0യുടെ ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ ഫസ്റ്റ് കേസിൽ 2 ഇക്വേഷൻസ് പഠിച്ചല്ലോ. ഓക്കെ, നമ്മുടെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ദെൻ അതുപോലെ തന്നെ ഡി കെ കോൺസ്റ്റന്റ് ലാംഡ ഡിറ്റർമിൻ ചെയ്യാനായിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, എന്തായാലും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് എല്ലാം നമ്മൾ ഇവിടെ ടി ഹാഫ് കണ്ടുപിടിക്കുന്നുണ്ട്. ദെൻ എയുടെ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ ഹാഫ് ലൈഫും അതുപോലെ തന്നെ ഡി കെ കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് ഏകദേശം കവർ ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the probability that a particular nucleus of chlorine 38 will decay in any 1 second period. Okay, that is half life is equal to that is 37.2 minutes ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോബബിലിറ്റി ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രോബബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഓക്കെ ക്ലോറിന്റെ ഡീക്കയുടെ പ്രോബബിലിറ്റി. ഓക്കെ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എത്രയാണ് പ്രോബബിലിറ്റി നോക്കണം. സോ പ്രോബബിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നത് നമുക്ക് ഇക്വേഷൻ പ്രോബബിലിറ്റി 1 മൈനസ് e റൈസ് ടു മൈനസ് ലാംഡ ടി. അതായത് 1 മൈനസ് മീൻസ് നമ്മളിപ്പോൾ പ്രോബബിലിറ്റി മാക്സിമം 1 ആണ്. അപ്പോൾ 1ൽ നിന്നും എന്ത് ചെയ്യാം? അവിടെ ഇ റൈസ് ടു മൈനസ് ലാംഡ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ തന്നിട്ടുള്ള എന്ത് മാത്രമാണ്? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഫോർ ഹാഫ് ലൈഫ് ഉണ്ട്. ദാറ്റ് ഈസ് 37.2 മിനിറ്റ്സ് ആണ്. ഓക്കെ, ആ മിനിറ്റ്സിൽ തന്നെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമുക്കിവിടെ ടൈം ഇപ്പോൾ സെക്കൻഡില്ല. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഇയർ ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ ടൈം ഒക്കെ സെക്കൻഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് നിൽക്കുന്നുണ്ട്, യൂണിഫോമിറ്റി വരുത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു മിനിറ്റിനെ കൂടി നമ്മളവിടെ സെക്കൻഡിലോട്ട് മാറ്റുവാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അവിടെ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റും. ഇത് ഒരു തവണ മാത്രമേ ചോദിച്ചുള്ളൂ. ഓക്കെ, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ചോദിക്കേണ്ട ഒരു ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ റേഡിയോ ആക്ടിവിറ്റിയിൽ 1-2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക മീൻസ് അതിന്റെ മെത്തേഡ് മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി വെച്ചേക്കുക. അത് എന്തായാലും എല്ലാ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, റിപ്പീറ്റേഷൻ കറക്റ്റ് വാല്യൂ ഒന്നുമില്ല എങ്കിലും മെത്തേഡ്സിലെ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ 0.693 ഡിവൈഡ് ബൈ 22232. ഓക്കെ, അത് സെക്കൻഡ്സ് ആണ്. ദാറ്റ് ഈസ് 3.104 × 10⁻⁴ സെക്കൻഡ് പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ലാംഡയുടെ വാല്യൂ. സോ പിന്നെ പ്രോബബിലിറ്റി വാല്യൂ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 3.10 × 10⁻⁴. അത് പ്രോബബിലിറ്റി വേണമെങ്കിൽ നമുക്ക് അതിനൊന്ന് ഡെസിമൽ ഫോമിലാക്കിയിട്ട്
പെർസെൻറ്റേജിലോട്ട് വേണമെങ്കിൽ മാറ്റി എഴുതാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കിട്ടിയ വാല്യൂ 3.10 ഇൻറ്റു 10⁻⁻⁴ വന്നേ. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏകദേശം 0.0031 സംതിങ് അവിടെ വരും. ഓക്കെ, ഒന്നേ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ പെർസെൻറ്റേജിലോട്ട് വേണമെങ്കിൽ മാറ്റാം. മാറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഈ ഒരു രീതിയിൽ കാണിച്ചാൽ മതി പ്രോബബിലിറ്റി. ഓക്കെ, ഇത്രയാണ് ആ ഒരു പോസിബിലിറ്റി നമുക്ക് അവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ Q വാല്യൂ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ that state whether the reaction is exothermic or endothermic. Okay, the atomic mass of എല്ലാത്തിനും അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്, ഞാൻ പ്രത്യേകിച്ച് വായിക്കുന്നില്ല. ഓക്കെ, ഹൈഡ്രജൻ, ഡ്യൂറ്റീരിയം, ട്രിഷ്യം എല്ലാത്തിൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ റിയാക്ഷൻ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ റിയാക്ഷൻ തന്നിട്ടുണ്ട്, പിന്നെ അടുത്ത് മാസ് ഓഫ് ദ റിയാക്ടന്റ്, മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ, മാസ് ഓഫ് ദ റിയാക്ടന്റ് മൈനസ് മാസ്, അറിയാലോ ഈ Q വാല്യൂ. നമ്മൾ Q വാല്യൂ എല്ലാ തവണയും ചോദിക്കുന്നുണ്ട്. ഇത് 2023 ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഒരു വർഷവും ചോദിച്ചു, തൊട്ട് മുൻപത്തെ വർഷത്തിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ വർഷവും Q വാല്യൂന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബട്ട് അതിന് തരുന്ന ഇക്വേഷൻസിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, ഇക്വേഷനിൽ വ്യത്യാസം ഉണ്ടാവും. എന്ത് തന്നെ ആയാലും അറിയാലോ, കൺസെപ്റ്റ് മനസ്സിലായല്ലോ. റിയാക്ടന്റ് മാസ് ഓഫ് ദ റിയാക്ടന്റ് എടുക്കുന്നുണ്ട്, മാസ് ഓഫ് ദ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, മാസ് ഓഫ് ദ റിയാക്ടന്റ് മൈനസ് മാസ് ഓഫ് ദ പ്രൊഡക്റ്റ് ചെയ്യുക ഇൻറ്റു എന്താ 931.5 നമുക്ക് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ജൂൾസിലോട്ട് നമുക്ക് ആ വാല്യൂസ് കിട്ടത്തുള്ളൂ. സോ അതിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ 931.5 കൊണ്ട് നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ -4.10 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന ആൻസർ കിട്ടിയത്. സോ ആ ഒരു മൈനസ് വാല്യൂ എന്നുകൊണ്ട് തന്നെ അത് ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, പ്ലസ് വാല്യൂ എന്നുള്ള എന്തായിരിക്കും, ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, എൻഡോതെർമിക് റിയാക്ഷൻ ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻ നമ്മൾ Q വാല്യൂന്റെ ചാപ്റ്റർ അത് പറഞ്ഞിരുന്നു. ഓക്കെ, ന്യൂക്ലിയറിന്റെ ചാപ്റ്റർ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, that is a helium nucleus at a rest absorbs a thermal neutron almost arrested by the following reaction. Okay, reaction തന്നിട്ടുണ്ട്. Q value is equal to 0.763 mega. Calculate the kinetic energy of the final product. Okay, അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ഒരു പ്രത്യേക മെത്തേഡിൽ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് തിയറി പഠിച്ചിട്ടുണ്ട്. ബട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്ത് നമ്മുടെ പ്രോബ്ലം സെക്ഷൻ അവിടെ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് ഒരു തവണ ഇങ്ങനെ ചോദിച്ച ക്വസ്റ്റിനാ. നമുക്ക് അവിടെ കൈനറ്റിക് എനർജി നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് ദ ടു ഫൈനൽ പാർട്ടിക്കിൾ, രണ്ട് പാർട്ടിക്കിൾസിനെയും കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു റിയാക്ഷനിൽ ദാറ്റ് ഈസ് 3/2 ഹീലിയം ന്യൂക്ലിക്. ഓക്കെ, സോറി, 3/2 ഹീലിയം ന്യൂക്ലിയസ് റെസ്റ്റ് അബ്സോർബ്സ് തെർമൽ ന്യൂട്രോൺ ബൈ ഫോളോയിങ് റിയാക്ഷൻ. ഓക്കെ, ഈ ഒരു റിയാക്ഷൻ പ്രകാരം എന്ത് ചെയ്തു, അവിടെ ഈ ഒരു റിയാക്ഷൻ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പറയാം ഇവിടെ എന്തായിട്ട് മാറുവാണ്, അതായത് അവിടെ മാസ് ഓഫ് ദ ഒരു ഹൈഡ്രജന്റെ 3 ടൈംസ് നമുക്ക് എന്താ ട്രിഷ്യം വാല്യൂ വരുന്നത്. ഓക്കെ, അതായത് നമുക്ക് H1 3 പ്രാവശ്യം വരുമ്പോൾ നമുക്ക് എന്താ ട്രിഷ്യം വരും. അപ്പോൾ ദാറ്റ് ഈസ് മാസ് ഓഫ് ദ ഇതെന്ത് വരും, ട്രിഷ്യം ഇതിന്റെ. ഓക്കെ, അതായത് ഈ റിയാക്ഷൻ. ഓക്കെ, ഈ ഒരു വാല്യൂ അവിടെ 3U വരും. ഓക്കെ, ഇപ്പോൾ 1U ആണ് ഒരു ഹൈഡ്രജന്റെ എങ്കിൽ 3U വരും എന്താ അതിന്റെ ട്രിഷ്യം വാല്യൂ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് 3U വരുന്നുണ്ട്. അതുപോലെ മാസ് ഓഫ് ദ 1 ഹൈഡ്രജൻ 1U ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കൈനറ്റിക് എനർജിയിലും കൈനറ്റിക് നമുക്കറിയാം മാസ് റിലേഷൻ ആണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വാല്യൂസ് നമ്മളോട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് നമുക്ക് അവിടെ എന്ത് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/3 കിട്ടും. കാരണം ഇത് രണ്ട് മാസ് വെച്ച് ഇക്വേറ്റ് ചെയ്ത് കൈനറ്റിക് എനർജി മാറ്റുന്ന സമയത്ത് നമുക്ക് 1/3 കിട്ടും. സോ എന്ത് ചെയ്യാം, 1/3 ആണ് നമുക്ക് അവിടെ വരുന്ന ആ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നിൽ നമുക്ക് അവിടെ എന്ത് വരും, 1/3 എന്ന സമയത്ത് ദാറ്റ് ഈസ് ഒന്നിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/4 വരും. 1/4 ടൈംസ് ഇൻറ്റു 0.763. മറ്റേ എന്ത് വരും, അവിടെ 3/4. ഓക്കെ, രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും, 1 തന്നെ കിട്ടും. ഓക്കെ, 1 തന്നെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്, അവിടെ പാർട്ടീഷൻ നടക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ രീതിയിലാണ് രണ്ട് പ്രൊഡക്റ്റും അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ഇത് ചോദിച്ചാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത് പ്രത്യേകിച്ച് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഇല്ല. ഓക്കെ, ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് ഈ സ്റ്റെപ്പായിട്ട് പഠിച്ചു വെക്കാം. ഇത് വേറൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം, ബട്ട് അത് കുറച്ചുകൂടി ലാർജറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യുക, അവിടെ എഴുതുക കേട്ടോ. കാരണം ഇത് ആ മെത്തേഡ് മറ്റു മെത്തേഡ് നമുക്ക് അവിടെ സിംപ്ലിഫൈ ചെയ്ത് സമയം എടുക്കും. അപ്പോൾ അതിലോട്ട് പോകണ്ട, ജസ്റ്റ് ഈ ഒരു ആൻസർ തന്നെ കൊടുത്താൽ മതി. ഇതിനാണ് അവരുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഫൈനൽ സ്റ്റെപ്പ് മാത്രമേ നോക്കത്തുള്ളൂ. ഓക്കെ, ഇതിലൊക്കെ നമുക്ക് മെത്തേഡ്സ് നമുക്കല്ലാതെ വേറെ കാൽക്കുലേഷനിലും പല സ്റ്റെപ്സും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മെത്തേഡ്സ് ഇപ്പോൾ നിങ്ങൾ വേറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, അതിലൊന്നും പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഫൈനൽ ആൻസർ നോക്കും, സ്റ്റെപ്സ് കറക്റ്റ് ആണോ എന്ന കാര്യം ജസ്റ്റ് നോക്കും. ഓക്കെ, ഏത് മെത്തേഡ് ആയാലും പ്രശ്നമില്ല അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ മാഗ്നറ്റിക് field intensity needed 1 kilometer radius synchrotron for 400 giga electron proton. Use the relativistic mass. Okay, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ദാറ്റ് ഈസ് നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. എവിടെയാണ്, ഒരു 1 കിലോമീറ്റർ റേഡിയസ് സിങ്ക്രോട്രോൺ നമുക്കുണ്ട്. ഓക്കെ, ആ ഒരു സിങ്ക്രോട്രോണിൽ അവിടെ
400 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് പ്രോട്ടോൺസ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ റിലേറ്റിവിസ്റ്റിക് മാസിന്റെ ഇത് യൂസ് ചെയ്താണ് ചോദിക്കുന്നത്. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് മാസിന്റെ ബേസിസിൽ നമുക്കിങ്ങനെ യൂസ് റിലേറ്റിവിസ്റ്റിക് മാസ് എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ട് മിക്കപ്പോഴും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്തെടുക്കും? നമുക്ക് അവിടെ E is equal to P into C. ഓക്കെ, എനർജി is equal to momentum into സ്പീഡ് ഓഫ് ലൈറ്റ്. ആ ഒരു റിലേഷൻ ആണ് നമുക്ക് റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ അത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ടോട്ടൽ എനർജി തന്നിട്ടുണ്ട്. ടോട്ടൽ എനർജി നമുക്ക് അവിടെ ഇലക്ട്രോൺ വോൾട്ടിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അത് നമ്മൾ എന്ത് ചെയ്യുക? ജൂൾസിലോട്ട് ആദ്യം കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇലക്ട്രോൺ വോൾട്ടിനെ എന്ത് ചെയ്യുക? ജൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ നമുക്ക് അവിടെ 400 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു. അത് നമ്മൾ ജൂൾസിലോട്ട് മാറ്റുമ്പോൾ 6.4 × 10⁸ ജൂൾസിലോട്ട് മാറി. പിന്നെ പ്രോട്ടോണിന്റെ ഒക്കെ ചാർജ് കണ്ടോ? ഞാൻ ഇതാണ് പറഞ്ഞത്, പ്രോട്ടോണിന്റെ ചാർജ് നമ്മളവിടെ പഠിച്ചു വെക്കേണ്ടി വരും. കാരണം ഇവിടെ നമുക്ക് പ്രോട്ടോൺ ചാർജ് ഇപ്പോൾ തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞത്, പ്രോട്ടോണിൻ്റെത്, ഇലക്ട്രോണിൻ്റെത്, അതുപോലെ തന്നെ നമുക്ക് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, അത്തരം കോൺസ്റ്റന്റ്. ഓക്കെ, എല്ലാ കോൺസ്റ്റന്റും പഠിച്ചു വെക്കാം. റേഡിയസ് 1 കിലോമീറ്റർ ആണ്, 10⁻³ മീറ്റർ. സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ ആണ്. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് മൊമെന്റം നമുക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ ഈ ഒരു ഇക്വേഷൻ m × v, മാസ് ഇൻറ്റു വെലോസിറ്റി ഡിവൈഡ് ബൈ QR. ഓക്കെ, ദാറ്റ് ഈസ് mv by QR is equal to b. That is നമ്മുടെ ഇക്വേഷൻ mv by r is equal to qb. ഓക്കെ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ qb അല്ലെങ്കിൽ be അല്ലെങ്കിൽ bq അല്ലെങ്കിൽ be എന്ന് പറയാം. ഓക്കെ, ഇത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ നമ്മൾ മാസ് ഇൻറ്റു വെലോസിറ്റിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു മൊമെന്റം എടുക്കുന്നത്. അപ്പോൾ അതാണ് അവർ യൂസ് ചെയ്യാൻ പറയുന്നത്, റിലേറ്റിവിസ്റ്റിക് മാസ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് മാസ് എവിടെ നിന്ന് കിട്ടത്തുള്ളൂ? ഈ മൊമെന്റം റിലേഷന് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ മിക്കപ്പോഴും നമ്മൾ പെട്ടെന്ന് നമ്മുടെ മാസ് ഇൻറ്റു വെലോസിറ്റി എടുക്കാറുണ്ട്. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി എടുക്കും. അപ്പോൾ അത് റിലേറ്റിവിസ്റ്റിക് അല്ല. റിലേറ്റിവിസ്റ്റിക് മാസ് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ മൊമെന്റം റിലേഷൻ തന്നെ എന്ത് ചെയ്യണം? മാസ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേറെ ഒന്നും ചെയ്യേണ്ടത്, ജസ്റ്റ് E/C ചെയ്താൽ മതി. P is equal to P into C റിലേഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് എന്ത് ചെയ്യുക? E/C അവിടെ ചെയ്യുക. സോ നമുക്ക് അവിടെ ബിയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 2.133 × 10⁻16 ഡിവൈഡ് ബൈ 1.6 × 10⁻19 × 10⁻3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.333 ടെസ്റ്റിൽ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അതെന്താണ്? അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, 1 കിലോമീറ്ററിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, next question. A nuclear reactor containing uranium-235 is operating at a power output of 2 watts. Calculate the number of fission per second if 200 mega electron volt of energy is produced in the fission of a single uranium nucleus. അപ്പോൾ നമുക്കിപ്പോൾ എന്തുണ്ട്? ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട്, അവിടെ uranium-235 ഉണ്ട്. അപ്പോൾ ഒരു 2 watts ആണ് നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്, പവർ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ calculate the number of fission per second if 200 mega electron of energy is produced in fission of a single uranium nucleus. Okay, അപ്പോൾ എത്ര ഇത് വരുന്നുണ്ട്? ഓക്കെ, നമ്പർ ഓഫ് ഫിഷൻസ് പെർ സെക്കൻഡ്. ഓക്കെ, 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എത്ര ഫിഷൻസ് ആണ് വരുന്നത്? നമ്പർ ഓഫ് ഫിഷൻസ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. പവർ ഔട്ട്പുട്ട് തരുന്നുണ്ട്, എത്രയാണ്? പവർ ഔട്ട്പുട്ട് 2 watts ആണ്. സോ അവിടെ നമുക്ക് എനർജി പെർ ഫിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 200 മെഗാ ഇലക്ട്രോൺ, നമ്മൾ ജൂൾസിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, 3.2 × 10⁻11 ജൂൾസ് കിട്ടി. ഇനി ഫിഷൻ പെർ സെക്കൻഡ് എടുക്കാൻ n is equal to P/E ചെയ്താൽ മതി. പവർ ബൈ എനർജി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ അവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. സിമ്പിൾ അല്ലേ? ബട്ട് ഇതെന്തിനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നമുക്ക് ഇതിനകത്തൊക്കെ ചിലയിടത്ത് മാത്രം ഇതിന്റെ ഡെഫിനിഷൻസോ അല്ലെങ്കിൽ ഇതിന്റെ ഇക്വേഷൻസോ ഒക്കെ വരുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലോട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കല്ലാതെ പെട്ടെന്ന് ചിലയിടത്ത് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഇതിന്റെ ക്ലാസ്സിലൂടെ എടുക്കത്തുള്ളൂ. ഓക്കെ, ചില ടീച്ചേഴ്സ് ഇപ്പോൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ഇത് ബേസ്ഡ് ടെക്സ്റ്റ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? ആ ക്ലാസ്സിൽ അത് പറയും. ഓക്കെ, അല്ലാതെ അത് പറയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ഒരുപാട് പേർക്ക് ടഫ് ആയിട്ട് വരും. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു ടഫ് ക്വസ്റ്റ്യൻ വരുന്നു. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കൂടുതലും ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് അവർ അങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം യൂണിവേഴ്സിറ്റിയിൽ ഇടത്തില്ല. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻസ് അവർ ടഫ് ഇടും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ലെവൽ ഉണ്ട്, അഡ്വാൻസ്ഡ് ലെവൽ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈസി മെത്തേഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 3 ലെവലിലാണ് ക്വസ്റ്റ്യൻ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അവരവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അത് നോക്കി വെച്ചാൽ മതി. ഇനി എന്തായാലും ചോദിച്ചാൽ അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, നെക്സ്റ്റ്. Check whether the following reaction is allowed on the basis of conservation loss of charge, electron lepton number and muon lepton number. Okay, അപ്പോൾ നമുക്ക് ആ ഒരു റിയാക്ഷൻ ഉണ്ട്. mu bar is giving E bar minus nu E bar plus nu. ഓക്കെ, അപ്പോൾ ചാർജ് കൺസേർവ്ഡ് ആണോ, ലെപ്റ്റോൺ നമ്പർ കൺസേർവ്ഡ് ആണോ, muon നമ്പർ കൺസേർവ്ഡ് ആണോ എന്ന് നോക്കുക. ഓക്കെ,
അത് നമുക്കറിയാലോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു ഓർഡറിന്റെയും ചാർജും യൂണിറ്റ് നമ്പറും അതൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കുക. ഇപ്പൊ ഈ ഇതിൽ നമുക്ക് മൂന്നും കൺസേർവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷൻ പോസിബിൾ ആണെന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് ഇവിടെ പോസിബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, calculate the binding energy per nucleon. That's the oxygen, mass of hydrogen atom per nucleon oxygen. Okay, 16 oxygen. Mass of the hydrogen atom and the neutron are 1.0. ബാക്കിയുള്ള വാല്യൂസ് ഉണ്ട്. അറ്റോമിക് മാസ് വന്നിട്ടുണ്ട് 15.999 U ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ബൈൻഡിംഗ് എനർജി പെർ ന്യൂക്ലിയോൺ നമുക്ക് ഇവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, ടോട്ടൽ മാസ് ഓഫ് 8 പ്രോട്ടോൺ ആൻഡ് 8 ന്യൂട്രോൺ. ഓക്കെ, 8 ന്യൂട്രോണിന്റെയും 8 പ്രോട്ടോണിന്റെയും മാസ് നമുക്ക് അവിടെ 16.130, കാരണം അത്രയും നമുക്ക് വരേണ്ടത്. ബട്ട് അവിടെ അറ്റോമിക് മാസ് എത്ര വരുന്നുള്ളൂ, 15.995 വരുന്നുള്ളൂ. സോ മാസ് ഡിഫക്റ്റ് ഡിഫറൻസ് എടുക്കുക. then binding energy into 3931.5. okay, then binding energy per nucleon പറയുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, മാസ് നമ്പർ കൊണ്ട് അതിന് എന്ത് ചെയ്യണം, അവിടെ ഡിവിഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിട്ടും 7.98 മെഗാ എൽവിൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് വേറെ ഏതെങ്കിലും മോളിക്യൂൾസ് നിങ്ങൾ ചോദിച്ചാലും എഴുതാൻ പറ്റും. ഓക്കെ, അറിയാലോ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. മാസ് ഓഫ് ഹൈഡ്രജൻ, മാസ് ഓഫ് ന്യൂട്രോൺ. ഓക്കെ, ആ ഡിഫറൻസ് എടുക്കുക. ദെൻ അതിന്റെ വാല്യൂ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Find the density of 14 nitrogen nucleus giving 1 U is equal to 1.66 into 10 raised to minus 27 kilogram. R0 value, that's 1.2 into 10 raised to minus 15 meter. Fermi meter ആണ്. 15 meter means Fermi meter. Okay. Then mass number തന്നിട്ടുണ്ട്. Then 1 U. Okay, ബാക്കി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അവിടെ റേഡിയസ് ഡിറ്റർമിൻ ചെയ്യണം. വേറെ ഒന്നുമില്ല, നമുക്ക് ആദ്യം റേഡിയസ് ഡിറ്റർമിൻ ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ R is equal to R0 a raised to 1/3. ഓക്കെ, R0 വാല്യൂ ഉദ്ദേശിച്ച് നമുക്ക് 1.2 തന്നെയാണ് വരുന്നത് കേട്ടോ. അതിൽ പിന്നെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ച് പറയേണ്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അതിൽ ആ ഒരു പോയിന്റ് വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1.2 അവിടെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ R0 പറഞ്ഞിട്ടില്ല, ഡിറ്റർമിൻ ചെയ്യാൻ വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 1.2 ഫെർമി മീറ്റർ ഇട്ട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ആ റേഡിയസ് ഡിറ്റർമിൻ ചെയ്യാം. റേഡിയസ് R0, റേഡിയസ് ചെയ്യാം. പിന്നെ നമുക്ക് വോളിയം എടുക്കാം. വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണ്. ദെൻ അടുത്ത് ഡെൻസിറ്റി, മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, അറിയാലോ അത്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് R0 വാല്യൂ എടുത്തിട്ട് ആറിന്റെ വാല്യൂ എടുക്കുക. ഓക്കെ, ആറിന്റെ വാല്യൂ എടുക്കുന്നു, പിന്നെ ഇവിടെ മാസ് ബൈ വോളിയം. ഓക്കെ, ഓക്കെ, ഡെൻസിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. 2.3 into 10 raised to 17 kilogram per meter cube ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, polonium isotope 210 polonium is unstable and emit a 5.30 mega electron alpha particle. The atomic mass of the 210 polonium is 209.9829 U, and that is of the helium. Okay, helium that is giving എത്രയാണ്, helium is alpha particle. Okay, 4.0026 U. Identify the daughter nuclei and find the atomic mass. അപ്പോൾ ഡോട്ടർ ന്യൂക്ലിയൈ എത്രയാണ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ഡോട്ടർ ന്യൂക്ലിയൈ ആരായിരിക്കും. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ എന്ത് ചെയ്യുവാണ്, നമുക്കിപ്പോൾ ഇവിടെ ഒരു പൊളോണിയം പോയിട്ട് എന്ത് എമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾ നമുക്ക് അവിടെ എമിറ്റ് ചെയ്തു. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ അവിടെ എമിറ്റ് ചെയ്തെങ്കിൽ ഇതിന്റെ മാസ് നമ്പർ എന്ത് പറയും, മാസ് നമ്പർ നമുക്ക് അവിടെ 4 കുറയും. ഓക്കെ, സോറി, 4 കുറയും. ഓക്കെ, 4 കുറയും. അതുപോലെ തന്നെ നമുക്ക് അറ്റോമിക് നമ്പർ എത്ര കുറയും, അറ്റോമിക് നമ്പർ അവിടെ 2 കുറയും. അപ്പോൾ അവിടെ മാസ് നമ്പർ 4 കുറഞ്ഞു, അറ്റോമിക് നമ്പർ 2 കുറഞ്ഞു. നമ്മൾ ആ ലോയിൽ പറയുന്നുണ്ട് അത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും പൊളോണിയത്തിന്റെ മാർക്ക് നമുക്ക് ഇവിടെ ലെഡ് വരും. PB ലെഡ് ആണ്. 82 മീൻസ് നമുക്ക് അവിടെ അറിയാം ലെഡ് ആണ് വരുന്നത്. ഓക്കെ, 82 ലെഡ് ആണ്. സോ അവിടെ നമുക്ക് അപ്പോൾ എന്ത് കിട്ടി, അവിടെ ലെഡിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഡോട്ടർ ന്യൂക്ലിയർ ആരാണ്, 206, 82 ലെഡ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അറ്റോമിക് മാസ്. ഓക്കെ, മാസ് ഓഫ് ദ പാരന്റ് മൈനസ് മാസ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ മൈനസ് എനർജി റിലീസ്ഡ്. ഓക്കെ, അപ്പോൾ അവിടെ എനർജി റിലീസ്ഡ് നമുക്ക് തന്നിട്ടുണ്ട് 5.03 ആണ്. സോ അത്രയും ചെയ്യുന്ന സമയം നമുക്ക് എന്ത് കിട്ടും, അതിന്റെ അറ്റോമിക് മാസ് കിട്ടും. അറ്റോമിക് മാസ് അവിടെ എത്ര വരുന്നുണ്ട്, ദാറ്റ് ഈസ് 205.97. സിമ്പിൾ ആണ്, പക്ഷെ ഒന്ന് ചിന്തിച്ചാലേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻസിന്റെ ഒരു സ്ട്രക്ചർ ഇപ്പോൾ മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിളാ, പക്ഷെ നമ്മൾ അങ്ങനെ ആ ഒരു ലെവലിൽ ഒന്ന് ചിന്തിച്ചെടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ആൻസേഴ്സ് അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ട് അങ്ങനെ ചോദിക്കുന്നതിനെക്കാട്ടി ഒന്ന് വളച്ച് ചുറ്റിയാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് ഒന്ന് ചിന്തിച്ച് ആൻസർ എടുക്കുക. അങ്ങനെ എടുത്താൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്താൽ വലിയ പ്രശ്നമില്ല. ബട്ട് ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്തൊന്ന് ചിന്തിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഈ ഒരു 3 ദിവസത്തിനിടയിൽ ഒരു ദിവസം നല്ല രീതിയിൽ പ്രോബ്ലംസിന് മാത്രമായിട്ട് മാറ്റി വെച്ചത് പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ആക്ടിവിറ്റി ഓഫ് 1 gram ഓഫ് റേഡിയം ഈസ് 1 curie, കാൽക്കുലേറ്റ് ദ ഹാഫ് ലൈഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, ഹാഫ് ലൈഫ് ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ്. ഓക്കെ, അവോഗാഡ്രോ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് ഓഫ് റേഡിയം 1 gram ആണ്. ഓക്കെ, അറ്റോമിക് മാസ് 226 gram per mole. അവോഗാഡ്രോ നമ്പർ 1, ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 3.7 raised to ഡിസ്ഇൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ് നമുക്ക് ഇവിടെ അറിയാം. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി അറിയാനുള്ള വാല്യൂ ആണ് 1 ആക്ടിവിറ്റി എന്ന് പറയുന്നത്.
ഇത്രയാണെന്നുള്ള കാര്യം. കാരണം അതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെക്കൻഡിലോട്ട് മാറ്റിയിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് നമ്പർ ഓഫ് ഇത് എടുക്കുവാണ്, number of atom, one number of atom, there is n, Avogadro number by and atomic mass 2.66 in 64 into 10 raised to 21, and activity A is equal to n into lambda, and lambda is equal to A by n എന്ന് കിട്ടും. ആക്ടിവിറ്റിയും നമ്പറും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. That is 1.389 into 10 raised to minus. Then half life period കിട്ടും 0.693 by lambda. Okay, 4.99 into 10 raised to 10 seconds ആണ്. ടി ഹാഫിന്റെ വാല്യൂ എത്രയുണ്ട്, ടി ഹാഫ് എടുക്കുന്ന നമുക്ക് അവിടെ എന്ത് വേണം, നമുക്ക് അവിടെ ഹാഫ് ലൈഫിൽ എടുക്കേണ്ടത്. ഓക്കെ, ടി ഹാഫ് നമുക്ക് വേണം. ടി ഹാഫ് ഇപ്പോൾ നമുക്ക് സെക്കൻഡ്സിലാണ് കിട്ടി, നിങ്ങൾ സെക്കൻഡിൽ കിട്ടി അതുവരെ പറ്റുന്നുള്ളെങ്കിൽ അത് വെച്ച് അവിടെ നിർത്തുക. ടി ഹാഫിന്റെ ഇക്വേഷൻ ഓക്കെ 4.99 into 10 raised to 10 divided by 3.1536 into 10 raised to 17 എന്ത് ചെയ്യും, ഇയേഴ്സിലോട്ട് അത് മാറും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ടി ഹാഫ് ഡിറ്റർമിൻ ചെയ്യേണ്ട നമ്മളവിടെ കൺവേർട്ടിംഗ് ടു ഇയേഴ്സ്. ഓക്കെ, ഇയേഴ്സിലോട്ട് മാറ്റാനായിട്ട് അവിടെ 4.99 into 10 raised to 10 divided by 3.1536 into 10 raised to 7 ചെയ്യുന്നുണ്ട്, നിയർലി ഈക്വൽ ടു 1583 ഇയേഴ്സ് നമുക്ക് ഇവിടെ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത് വീണ്ടും ഒരു ക്യൂ വാല്യൂന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് റിയാക്ഷൻ എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ക്യൂ വാല്യൂന്റെ ചെയ്യാൻ അറിയാലോ, ഇനി പ്രത്യേകിച്ച് ഇനി പറയുന്നില്ല. ഓക്കെ, മാസുകളുടെ ഡിഫറൻസ് എടുക്കുക, ഡിഫറൻസ് എടുത്ത് നമ്മൾ 931 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ സമയം നമുക്ക് അവിടെ ഇലക്ട്രോൺ വോൾട്ടേജ് കിട്ടും. പോസിറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക്കും, നെഗറ്റീവ് ആണെങ്കിൽ അതവിടെ എൻഡോതെർമിക്കും. ഓക്കെ, അപ്പോൾ ക്യൂ വാല്യൂന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഒരു തവണ അല്ല എല്ലാ തവണയും ഓരോ ക്വസ്റ്റ്യൻസിലും ഉണ്ടാവും എന്ന കാര്യം നമുക്ക് ഇപ്പോൾ ഉറപ്പാണ്. സോ അതവിടെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, സെപ്പറേറ്റ് ഇക്വേഷൻസ് ആയിരിക്കും, ബട്ട് ഏതാണെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിൾ ആയിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരു ക്യൂ വാല്യൂന്റെ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇവിടെ ഇപ്പോൾ ക്യൂ വാല്യൂ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് ഈസ് ത്രെഷോൾഡ് എനർജിയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, ത്രെഷോൾഡ് എനർജി ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ത്രെഷോൾഡ് വാല്യൂ ആണ്, അത് ക്യൂ വാല്യൂ ഇൻറ്റു 1 പ്ലസ് mn ബൈ n ഇൻറ്റു m ഇൻറ്റു na. ഓക്കെ, അതായത് നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഒരു സോഡിയം ന്യൂക്ലിയസ് ആണ്. ഓക്കെ, സോഡിയം ന്യൂക്ലിയസ് ആണ്. സോഡിയം ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, ആ റിയാക്ഷൻ നടന്നിട്ട് ഒരു ന്യൂട്രോണുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു ആൽഫ പാർട്ടിക്കിളും പിന്നെ അവിടെ ഒരു ഫ്ലൂറിൻ ഇതുമായിട്ട് അവിടെ മാറുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് റിലീസ് ചെയ്ത എനർജിയാണ് -5.4 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ത്രെഷോൾഡ് എനർജിയാണ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ ത്രെഷോൾഡ് എനർജി ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ എന്താണ്, ആ മാസ് ഓഫ് ന്യൂട്രോൺ ഡിവൈഡ് ബൈ മാസ് ഓഫ് സോഡിയം. ഓക്കെ, സോഡിയത്തിന് അറ്റോമിക് മാസ് വരുന്നുണ്ട്. സോ 22.9898 U ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ ക്യൂ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം വാല്യൂസ് ഡയറക്റ്റ് ഉണ്ട്. സോ ഓൾറെഡി മൈനസ് ഉള്ളത് പ്ലസ് ആയിട്ട് മാറും. 5.4 into 1 plus 1.0086665 by 22.9898 കിട്ടും. സോ ഈ ത്രെഷോൾഡ് വാല്യൂ 5.64 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, ഇത് ഒരു തവണയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇക്വേഷൻ പഠിച്ചു വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരു തവണയാണ് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ഫ്യൂഷൻ റിയാക്ഷൻ, ദാറ്റ് ഈസ് ഇതാണ് ഫ്യൂഷൻ റിയാക്ഷൻ. ക്യൂ വാല്യൂ പറയുന്നുണ്ട് 4.03 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇൻ വിച്ച് ദ ഡിട്രോൺ ആൻഡ് പ്രോട്ടോൺ ആർ എസെൻഷ്യലി അറ്റ് റെസ്റ്റ്. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ട്രിഷ്യം ന്യൂക്ലിയസ്. ഓക്കെ, ട്രിഷ്യം ന്യൂക്ലിയസിന്റെ കൈനറ്റിക് എനർജി ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നതിൽ നമുക്കിപ്പോൾ എന്താ ഡിറ്റർമിൻ ചെയ്യണം, കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് നമുക്കിപ്പോൾ പറയുന്നതിൽ രണ്ടുപേരും റെസ്റ്റിലാണ്. ഓക്കെ, കൺസർവേഷൻ മൊമെന്റ് പ്രകാരം നമുക്ക് അവിടെ P1 is equal to P2 ആയിരിക്കും. ഓക്കെ, അതായത് രണ്ട് സിസ്റ്റം ബോത്ത് സൈഡ്സ് നമുക്ക് എന്തായിരിക്കും, മൊമെന്റ് അവിടെ കൺസേർവ് ആയിരിക്കും. റിയാക്ടൻസ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഈ ഇക്വേഷൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, മൊമെന്റം ദാറ്റ് ഈസ് P² is equal to mk, ആ ഒരു റേഷ്യോ നമ്മൾ എടുക്കുന്നതാണ്. സോ നമുക്ക് കൺസേർവ്ഡ് ആണെന്ന് പറയാൻ പറ്റും. സോ അവിടെ m1 k1 is equal to m2 k2 ആണ്. k2 is equal to m1 m2 into k1. ഓക്കെ, ഈ റിലേഷൻ എടുക്കാം. മാസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവിടെ നമുക്ക് പ്രോട്ടോണിന്റെയും ട്രിഷ്യത്തിന്റെയും നമുക്കൊരു 1ഉം 3ഉം ആ റേഷ്യോ വരും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു, അവിടെ ഇവിടെ ഈ ഒരു വാല്യൂവിൽ നമുക്ക് അവിടെ വി ആർ ഗെറ്റിംഗ് m1. ഓക്കെ, m1 നമുക്ക് അവിടെ 3 വരും, m2 നമുക്ക് അവിടെ എന്താണ് 1 ആണ്. അപ്പോൾ 3k1 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് k1 is equal to 3k1 എന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് k1 plus k2. ടോട്ടൽ കൺസർവേഷൻ വാല്യൂ നമുക്ക് q ആണ്. q വാല്യൂ ഉണ്ട്, എത്രയാണ്, q വാല്യൂ 4.03 ആണ്. നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, that is we have to find the kinetic energy of the tritium nucleus. Okay, tritium nucleus, അതായത് ഇതിന്റെ വാല്യൂ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ വാല്യൂ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഇത്. ഓക്കെ, ഇതാണ് വേണ്ടത്. അപ്പോൾ അവിടെ k1 വാല്യൂ ഇടുന്നുണ്ട്. ബാക്കി അറിയാലോ, ചെയ്യാൻ വേറൊന്നുമില്ല, സിമ്പിൾ കാൽക്കുലേഷൻ. ഓക്കെ, നോർമലി അത് k1 plus k2 is equal to q, 4.03 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, k1 plus 3k1 which is equal to 4k1 കിട്ടും. ആൻഡ് 0.3 ഗിവിംഗ് k1 which is equal to k1 is equal to 4.03 divided by 4 കിട്ടും. 1.0075 മെഗാ
ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് ആൻസർ. ഓക്കെ, വേറൊന്നുമില്ല, രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് ഈ റിലേഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞതിലും വന്നത് കേട്ടോ. അവിടെ നമുക്ക് ആ 1/3 ഞാൻ പറഞ്ഞില്ലേ, അത് നോക്കി വെച്ചിരിക്കാനായിട്ട് ആ ഒരു സ്റ്റെപ്പിലും ഇത് തന്നെയാണ് വന്നത്. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് ഓർക്കുക. അത് നമ്മുടെ ട്രിഷ്യവും പ്രോട്ടോണുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ അങ്ങനെ നമ്മൾ ഇവിടെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the voltage across these of a cyclotron is 25 electron kilovolt. How many revolution do the proton make to reach a kinetic energy of 20 mega electron volt? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഡീസ് പറയുന്നുണ്ട്. ഓക്കെ, ഒരു സൈക്ലോട്രോണിന്റെ അക്രോസ് ഡീസിലുള്ള വാല്യൂ എത്രയാണ്? 25 കിലോ വോൾട്ട് ആണ്. Then how many revolution do the proton make to reach a kinetic energy of 20 mega electron volt? ഓക്കെ, അതായത് ആ ഡീസിൽ നമുക്ക് 25 കിലോ വോൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എത്ര റെവല്യൂഷൻ എടുത്താൽ ആ ഒരു കൈൻഡിങ് എനർജി 20 മെഗാ ഇലക്ട്രോൺ ആക്കി മാറ്റാൻ പറ്റും? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കവിടെ എനർജി ഗെയിൻ പെർ ഗ്യാപ്പ്. ഓക്കെ, നമുക്കവിടെ എത്ര എനർജി കിട്ടുന്നുണ്ട്? നമുക്കവിടെ പെർ ഇത് നമുക്ക് കിട്ടുന്നത് ഏകദേശം അവിടെ 4.0 into 10⁻⁻15 ജൂൾസ് ആണ് വരുന്നത്. ഓക്കെ, അതായത് വിച്ച് ഈസ് എത്ര വരും? 25 കിലോ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, 25 കിലോ ഇലക്ട്രോൺ നമുക്കവിടെ Q ഇൻറ്റു വിയുടെ വാല്യൂസ് നോക്കുമ്പോൾ then അവിടെ അതുപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? That is, since the particle cross the gap between twice per revolution, energy gained per revolution is equal to 2 into 25. കാരണം 2 പ്രാവശ്യം പാർട്ടിക്കിൾസ് അവിടെ എന്ത് ചെയ്യുന്നു? അത് ഗ്യാപ്പ് വഴി ഇത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 2 into 25 ഒരു 50 കിലോ ഇലക്ട്രോൺ വോൾട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് അവിടെ ടു റീച്ച് 20 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? 20 മെഗാ ഇലക്ട്രോൺ വോൾട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? 2000/50 ഏകദേശം എന്ത് ചെയ്യണം? 400 റവല്യൂഷൻസ് വേണം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് അവിടെ എത്രയാണെന്നുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. വാല്യൂസ് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. then അതുപോലെ തന്നെ നമ്പർ ഓഫ് റവല്യൂഷൻ, ദാറ്റ് ഈസ് 2000 ഡിവൈഡ് ബൈ 20,000 ഡിവൈഡ് ബൈ 50 ചെയ്യുന്നുണ്ട്. എത്ര കിട്ടും? അപ്പോൾ നമുക്ക് 400 എന്ന ആൻസർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ആൻസർ ചെയ്തിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് 400 റവല്യൂഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഇത് ഒരു തവണ എന്തോ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ഒരിക്കൽ എന്തോ ചോദിച്ച ക്വസ്റ്റൻ ആണ്. 2015 സ്പെഷ്യൽ എക്സാമിനേഷൻ അങ്ങനെ എന്തോ ഒരു തവണ ഒരു റിപ്പീറ്റേഷൻ വന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, determine the magnetic field intensity needed in a 1 kilometer radius of synchrotron for 4000 giga electron proton. Use the relativistic mass. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്ത് ചെയ്യണം? റിലേറ്റിവിസ്റ്റിക് മാസ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ സോൾവ് ചെയ്യുന്നത്. P is equal to root of E square minus M0 C square whole square by C. ആ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിയുടെ വാല്യൂ കിട്ടും. then പിയുടെ വാല്യൂ എന്ത് ചെയ്യുക? P is equal to P by Q ആണ്. ഓക്കെ, 1.33 ടെസ്ല. ഓക്കെ, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്വസ്റ്റൻ നമുക്ക് ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യണം? we have to find the relativistic mass. ഓക്കെ, സോറി, we have to find the magnetic field. ഓക്കെ, ഇത് കഴിഞ്ഞ നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റൻ തന്നെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ചുകൂടി ഒരു എക്സ്പാൻഡ് ഫോമിൽ നമ്മളിപ്പോൾ ചെയ്തെടുത്ത സ്റ്റെപ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ വന്നിട്ട് നമുക്ക് ചോദിക്കുന്നത്, ചെക്ക് വെദർ ദ ഫോളോയിങ് റിയാക്ഷൻ. ഓക്കെ, ഇപ്പോൾ നമുക്ക് റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷൻ അലൗഡ് ആണോ? ഓക്കെ, കൺസിഡർ ലോസിന്റെ ബേസിസിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ ഇതിലെ എല്ലാ വാല്യൂസും കൺസിഡർഡ് ആണോ എന്ന കാര്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എലിമെന്ററി പാർട്ടിക്കിൾസിനകത്തുള്ള ഓരോ പാർട്ടിക്കിൾസ് എന്താണ്, അവരുടെ സ്ട്രെയിൻസ് എന്താണ്, ചാർജ് എന്താണ്, ഓക്കെ, അത്തരം കാര്യങ്ങൾ, ബാരിയർ നമ്പർ എന്താണ്, അതൊക്കെ നോക്കുക. ഓക്കെ, അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? കൺസിഡർഡ് ആണോ അല്ലെങ്കിൽ നമ്മൾ അത് വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, ഇവിടെ പാർട്ടിക്കിൾസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ദ അറ്റോമിക് മാസ്. ഓക്കെ, ബൈൻഡിങ് എനർജി തന്നിട്ടുണ്ട്. അതൊന്ന് അറ്റോമിക് മാസ് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റോമിക് മാസ് ഡിറ്റർമിൻ ചെയ്യാൻ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ നമുക്കത് ബൈൻഡിങ് എനർജി കിട്ടിയിട്ടുള്ളത് നമുക്ക് എമ്മിന്റെ ഇക്വേഷനോട് മാറ്റുന്നുണ്ട്. സോ ZMB പ്ലസ് A മൈനസ് ZMN മൈനസ് ബൈൻഡിങ് എനർജി പെർ C സ്ക്വയർ എന്ന് കിട്ടും. സോ ടോട്ടൽ മാസ്, ഓക്കെ, ന്യൂക്ലിയോണിക് മാസ് 20.15941 U ആണ്. ദെൻ മാസ് ഇക്വലന്റ് ഓഫ് ബൈൻഡിങ് എനർജി ഡെൽറ്റ M എത്ര കിട്ടും? ദാറ്റ് ഈസ് നമുക്ക് അവിടെ we are getting delta M ന്റെ വാല്യൂ 160.64 by 931.5. ഓക്കെ, കാരണം നമുക്ക് അത് മെഗാ ഇലക്ട്രോൺ വോൾട്ട് നിൽക്കുന്നത്. സോ അതിന് ഇതിലോട്ട് മാറ്റണം, ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാം. കണ്ടോ, മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ നമ്മൾ അതിനെ യുയിലോട്ട് മാറ്റുന്നുണ്ട്. സോ അവിടെ എമ്മിന്റെ വാല്യൂ ആക്ച്വൽ മാസ് മീൻസ് ഇത് മൈനസ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ മാസ് കിട്ടും 19.9870 U ആണ് നമുക്ക് അവിടെ കിട്ടുന്ന ആക്ച്വൽ മാസ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ബട്ട് നിങ്ങൾ അതൊന്ന് ഓർത്തെടുക്കുക. ഇതൊക്കെയാണ് സ്റ്റെപ്സ്. ബൈൻഡിങ് എനർജി വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിൽ എമ്മിന്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒന്ന് ചിന്തിച്ചെടുക്കുക. ഡയറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല, ഒന്ന് ചിന്തിച്ചാൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, calculate the energy required to move the leastly tightly neutron from calcium 14 given the mass of calcium 14 is equal to 39.9 U. Okay, and this is calcium 39 and the mass of neutron. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റൻ ആണ്. കാൽഷ്യം 14 നമുക്ക് എന്ത് ചെയ്യണം? ലാസ്റ്റത്തെ ഒരു ന്യൂട്രോൺ നമുക്ക് അവിടെ റിലീസ് ചെയ്യിപ്പിക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന എന്താണ്? എമൗണ്ട് ഓഫ് എനർജി. കാൽക്കുലേറ്റ് ദ
എനർജിയാണ് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സെയിം, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ട് 2 സ്റ്റെപ്സിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് 2 മെത്തേഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2 മെത്തേഡ്സ് ചെയ്യാം. ഓക്കെ, 2 മെത്തേഡ്സും സെയിം, ഏകദേശം ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 15.52 മെഗാ ഇലക്ട്രോൺ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How long does it take for 60% of a sample of radon to decay? The half-life of radon is 3.82 days. Okay. അപ്പോൾ നമുക്ക് അവിടെ പറയുന്നത് ഒരു 60%. അപ്പോൾ 60% ആവണമെങ്കിൽ ബാക്കി എത്ര ലെഫ്റ്റ് ചെയ്യും? ആ ഒരു 40% ബാക്കി നിൽക്കും. അപ്പോൾ പെർസെൻറ്റേജ് മാറ്റി നമ്പറോട് മാറ്റുമ്പോൾ 0.4 കിട്ടും. അപ്പോൾ N/N0 is equal to 0.4 ആണ് ഇടുന്നത്. സോ നമുക്ക് DK4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ N/N0 is equal to e raised to minus lambda t ആണ്. സോ 0.40 is equal to e raised to minus lambda t and ln value എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ടിയുടെ ഇക്വേഷനിലോട്ട് മാറ്റാൻ പറ്റും. ln is equal to ln2. ഓക്കെ, that is lambda is equal to ln2 by t ആണ്. സോ ടി നമുക്ക് അവിടെ 3.8 days ആണ്, നിയർലി ഈക്വൽ ടു 0.1815 എന്ന് കിട്ടും. ആൻഡ് 0.40 is equal to e raised to minus 0.1815 t എന്ന് കിട്ടുന്നുണ്ട്. സോ രണ്ട് സൈഡിലും ലോഗരിതം ഫോം എടുക്കുക. t is equal to minus ln 0.40 divided by 0.1815 ആൻഡ് ഏകദേശം നിയർലി ഈക്വൽ t എത്ര കിട്ടുന്നുണ്ട്? 5.5 ഡേയ്സ് ആണ് നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, അത്രയാണ് നമുക്കിവിടെ എന്തെന്ന് വരുന്നത്. ദാറ്റ് ഈസ് ദ അത്രയും പെർസെൻറ്റേജ് 60% DK ആയിട്ട് ആവശ്യമായിട്ട് വരുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ എത്ര ഫ്രാക്ഷൻ റിമെയിൻസ് ചെയ്യും. ഓക്കെ, ഇത് ഫ്രാക്ഷൻ റിമെയിൻസ് ചെയ്യുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ആദ്യം എത്രയാണ് ഉള്ളത് നോക്കുക. നമുക്ക് 20 ദിവസമാണ് ഇനി റിമെയിൻ ചെയ്യുന്നത്. ഓക്കെ, 1 fraction 1 gram sample will remain after 20 days. 20 ദിവസം കഴിയുമ്പോൾ എത്ര കാണാം? ഓക്കെ, ഹാഫ് ലൈഫ് പറയുന്നുണ്ട് 4 days ആണ്. അപ്പോൾ നമുക്ക് അവിടെ ആദ്യം ജസ്റ്റ് എന്ത് ചെയ്യാം, എത്ര ഹാഫ് ലൈഫ്സ് വരും? അപ്പോൾ 20/40 ചെയ്യുമ്പോൾ 5 ഹാഫ് ലൈഫ്സ് വരും. അപ്പോൾ ഓരോ ഹാഫ് ലൈഫിനും ഓക്കെ റിമൈനിങ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് പകുതിയാകുന്നതല്ലേ, അപ്പോൾ എന്ത് ചെയ്യുക, ഹാഫ് ഹോൾ റൈസ് ടു ആ നമ്പർ എത്രയാണോ ഓക്കെ അത് ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 1/32 എന്ന് കിട്ടും. ഓക്കെ, 1/32. ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇത് നമുക്ക് 2-3 മെത്തേഡിൽ ചെയ്യാം. ബട്ട് ഈ ഒരു മെത്തേഡാണ് നമുക്ക് പെട്ടെന്ന് അവിടെ ആൻസർ കിട്ടുന്ന ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ 2 കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ ഡിവിഷൻസ് പെർഫോം ചെയ്യുക, നമ്പർ കിട്ടും. അതിന് എന്ത് ചെയ്യുക, ഹോൾ റൈസ് ടു ഹാഫ് ഹോൾ റൈസ് 1/2 ഹോൾ റൈസ് ടു ആ നമ്പർ. ഓക്കെ, ഇപ്പോൾ 5 ആണ്. സോ 5 ചെയ്ത് 1/32 എന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The alpha particle of energy 5 megaelectron passes through an ionization chamber at the rate of 10 per second. Assuming all the energy is used for producing ion pair, calculate the current produced. That is 35 electron volt is required for producing an ion pair electron. അപ്പോൾ energy of the each alpha particle 5 × 10⁻⁶ electron volt പറയുന്നുണ്ട്. Then energy needed to produce 1 electron rate 35 electron volt ആണ്. അപ്പോൾ അങ്ങനെ നമ്പർ ഓഫ് പെയർസ് എത്ര വരും? ആൽഫ പാർട്ടിക്കിൾ 5 × 10⁻⁶ ഡിവൈഡ് ബൈ 35 നിയർലി ഈക്വൽ ടു 1.42857 × 10⁻⁵ വരുന്നുണ്ട്. അപ്പോൾ 10 ആൽഫ പാർട്ടിക്കിൾ വരണമെങ്കിൽ ഓക്കെ അയോൺ പെർ 10 എത്ര വരും? 10 × 1.42857 × 10⁻⁵ വരുന്നുണ്ട്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1.4285 × 10⁻⁶. ദെൻ ഐയുടെ വാല്യൂ ഐ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? ഈ കിട്ടിയ വാല്യൂ ഇൻറ്റു അവിടുത്തെ സിയുടെ വാല്യൂ. ഓക്കെ, അയോൺ പെയർ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു ഓക്കെ അത് ഇൻറ്റു അവിടുത്തെ വാല്യൂ ചെയ്യുക, എത്ര കിട്ടും? ഐ ഇസ് ഈക്വൽ ടു 2.285 × 10⁻⁻13 ആംപിയർ. ഓക്കെ, ദാറ്റ് ഈസ് ആൽഫ പാർട്ടിക്കിൾ ഓഫ് എനർജി അയനൈസേഷൻ ലെവൽ എത്ര റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. കേരള കറണ്ട് പ്രൊഡ്യൂസ്ഡ് എത്ര കറണ്ടാണ് അവിടെ ഇത് പോകുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് അയോൺ എത്ര പ്രൊഡ്യൂസ് ചെയ്ത് നോക്കുക പെർ സെക്കൻഡിൽ ഇൻറ്റു എന്ത് ചെയ്താൽ മതി 1 ചാർജ്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കറണ്ട് അവിടെ കിട്ടും. Next question. A reactor is developing energy at a rate of 3000 kilowatt-hour. How many atoms of uranium-235 undergo fission per second, assuming that the energy of 200 mega electron is released per fission? അപ്പോൾ പവർ പറയുന്നുണ്ട് 3000 കിലോവാട്ട് ആണ്. എനർജി പെർ ഫിഷൻ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിനെ ജൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യുക 3.2 × 10⁻⁻⁻. വരും. ഫിഷൻ പെർ സെക്കൻഡ് വന്നിട്ട് എത്ര വരുന്നുണ്ട്? ഇതേ ബൈ ചെയ്യുന്ന സമയത്ത് കിട്ടുക 9.375 × 10⁻⁶. ഓക്കെ, ഇതാണ് ഫിഷൻസ് എന്ന് പറയുന്നത്. 3 ഫിഷൻസ് അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A self-quenching GM counter operates at 1000 volt and has a wire diameter of 0.2 millimeter. The radius of the cathode is 2 centimeter and the tube has a graduated lifetime of 10⁻⁹ count.
What is the maximum radial field and how long it will take the counter last if it is used to an average of 30 hours per week at a 3000 curve per minute? Consider 50 weeks to an year. ഇതൊരു ലാർജ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 പാർട്ടായിട്ട് ഇതിൽ നമുക്ക് അതിന്റെ ആൻസറോട് കറക്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കവിടെ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഈ മാക്സിമം ഈസ് ഈക്വൽ ടു V by R0 ln RB by R alpha. ഓക്കെ, ആ ഒരു വാല്യൂ നമുക്ക് ഇടുന്നുണ്ട്. ഓക്കെ, RA by RB. ഓക്കെ, സോറി RB by RA. RB by RA. ഓക്കെ, അത് കറക്റ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ഈ മാക്സിമം ഇസ് ഈക്വൽ ടു 1000 ഡിവൈഡ് ബൈ ബാക്കി നമുക്ക് ആറുടെ വാല്യൂ ഉണ്ട് 0.01 ആണ് നമുക്ക് വാല്യൂസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്, നോക്കിയത് റേഡിയസ് ഒക്കെയാണ്. റേഡിയസ് ഓഫ് കാഥോഡാണ് RB എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂസ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഇസ് നിയർലി ഈക്വൽ ടു എത്ര വരും? അവിടെ നമുക്ക് ഏകദേശം ഒരു ഇയുടെ വാല്യൂ 1.89 10⁻⁴ per centimeter. ഇനി നമുക്ക് അവിടെ കണ്ടുപിടിക്കുക എന്താണ്? ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the maximum radial field and how long it will take? Okay, maximum radial field നമുക്ക് കിട്ടി, ഈ മാക്സിമത്തിന് വാല്യൂ കിട്ടി. How long the count lasts എന്ന് ചോദിച്ചത് എത്രയാണ്? ലൈഫ് ടൈം നമുക്ക് ഇവിടെ കിട്ടുന്നത് that is 10⁻⁹ divided by 2.7 into 10⁻⁸ ആണ്, നിയർലി ഈക്വൽ ടു 3.7 years ആണ് അവിടെ വരുന്നത്. ഓക്കെ, ആനുവൽ കൗണ്ട് പറയുന്നുണ്ട് 2.7 into 10⁻⁸ ആണ്. ഓക്കെ, ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ലൈഫ് ടൈം ഇയേഴ്സ് വന്നിട്ട് 3.7 years നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, next question, show that the pion decay, muon decay and pair production conserve lepton number. Okay, അറിയാലോ lepton number കൺസേർവ്ഡ് ആണോ നോക്കിയത്, എല്ലാത്തിനും കൺസേർവ്ഡ് ആണോ നോക്കുക, എന്നിട്ട് എല്ലാം കൺസേർവ്ഡ് ആണെങ്കിൽ ചെക്ക് ചെയ്ത് ഓക്കെ പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. Determine the amount of energy released in deuterium tritium fusion reaction. Okay, deuterium tritium fusion reaction means നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം റിയാക്ഷൻ എഴുതണം. റിയാക്ഷൻ എഴുതുന്ന ഒരു മാർക്ക് ഉണ്ട്, അടുത്ത അതിന്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെയൊക്കെ മാസ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, ഓരോന്നിന്റെയും അറ്റോമിക് മാസസ് പഠിച്ചു വെക്കുക. കാരണം നമുക്കത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനെ വിശ്വസിച്ച് നമുക്ക് വരാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? അത് പഠിച്ചു വെച്ചേ പറ്റൂ. ഓക്കെ, കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. അതില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, ആ ഒരു ചില സമയത്ത് മാത്രമേ അവിടെ ഈ വാല്യൂസ് തന്നിക്കത്തുള്ളൂ. അത് തരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? വാല്യൂസ് അവിടെ പഠിച്ചു വെക്കുക. പിന്നെ ബാക്കി നമ്മൾ നേരെ ചെയ്യുമ്പോൾ മാസ് ഡിഫക്റ്റ് എടുക്കാം. മാസ് ഡിഫക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അത് എനർജിയുടെ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻറ്റു 931.5 വെച്ച് ചെയ്താൽ മതി. 17.6 മെഗാ ഇലക്ട്രോൺ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തോളൂ തന്നെ. വാട്ട് ഇസ് ദ റേഡിയസ് നീഡ് ടു പ്രൊഡക്ട് സിൻട്രോട്രോൺ ടു അറ്റൈൻ എ പാർട്ടിക്കൽ എനർജീസ് ഓഫ് 10 giga electron volt assuming that a gate field of 1.8 Weber per meter square is available. ഓക്കെ, അപ്പോൾ അത് നേരത്തെ നമ്മൾ R is equal to P by QB എന്ന ഇക്വേഷൻ T/C ചെയ്യുന്നുണ്ട് ബാക്കി അവിടെ. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിലൊന്നും ഈ പാർട്ടിക്കൽ ആക്സിലേറ്ററിലാണ് കൂടുതൽ നമുക്ക് റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടത്. ഓക്കെ, അല്ലാതെ ക്യൂ വാല്യൂ ഒക്കെ ചോദിക്കുന്നുണ്ട്, ബട്ട് അത് വാല്യൂസ് ഒക്കെ വ്യത്യാസം, അതായത് എലമെന്റ്സ് റിയാക്ഷൻസ് ഒക്കെ വ്യത്യാസമുണ്ട്, ബട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു മെത്തേഡ് സെയിം തന്നെയാണ്. ഓക്കെ, ഒരേപോലത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഒരേപോലെ തന്നെ അതേപോലത്തെ ക്വസ്റ്റ്യൻ അടുത്ത് ചോദിക്കില്ല, ബട്ട് അത് നമ്മുടെ ന്യൂമറിക്കൽസ് വിട്ട് കഴിഞ്ഞാൽ 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ഓക്കെ, നോക്കിയാൽ നിങ്ങളത്, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മൾ ഒന്നുകൂടി നിങ്ങളൊന്ന് എഴുതി പഠിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. A reactor is developed at an energy rate of 32 into 10⁻⁶ watt. How many atoms of uranium-235 undergo fission per second? Assuming that an average energy of 200 mega electron volt is raised per fission. ഓക്കെ, അപ്പോൾ പവർ പറയുന്നുണ്ട് 32 into 10⁻⁶ വാട്ട്സ് ആണ്. എനർജി പെർ ഫിഷൻ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടും ആണ്. അപ്പോൾ ഫിഷൻ പെർ സെക്കൻഡ് ടോട്ടൽ പവർ ഔട്ട്പുട്ട് ബൈ എനർജി. ഓക്കെ, ഇത് നമ്മൾ ഒരിക്കൽ കണ്ടു ഈ ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 1 into 10⁻⁸ ആറ്റംസ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ പെർ സെക്കൻഡ് അവിടെ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കവിടെ ബൈൻഡിംഗ് എനർജി പെർ ന്യൂക്ലിയോൺ ഡിറ്റർമിൻ ചെയ്യണം, ബട്ട് എല്ലാ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അറ്റോമിക് മാസിൽ കൂടെ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ബൈൻഡിംഗ് എനർജി മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മളവിടെ ഡിറ്റർമിൻ ചെയ്താൽ മതി. ഓക്കെ, അത് പല രീതിയിലും പല ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ ചിലപ്പോൾ വാല്യൂസ് തന്നിക്കും, ചിലപ്പോൾ തന്നിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് എന്തായാലും വാല്യൂസ് അവിടെ നമ്മൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. ബൈൻഡിംഗ് എനർജി ഡിറ്റർമിൻ ചെയ്യാം. മാസ് ഡിഫക്റ്റ് വെച്ചിട്ട് ബൈൻഡിംഗ് എനർജി കാൽക്കുലേറ്റ് ചെയ്യേണ്ട. പെർ ന്യൂക്ലിയോൺ ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 12 ചെയ്യേണ്ടി വരും. ഓക്കെ, കാർബൺ 12 ആണ്, സോ 12 വെച്ച് ഡിവൈഡ് ചെയ്യുക. 7.42 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. Next question, if a 500 microgram of 131 iodine is injected into a patient, determine the activity immediately after injection. അതായത് നമുക്കിപ്പോൾ ഒരു റേഡിയോ ആക്ടിവിറ്റിയിൽ നമ്മൾ ഐഡിൻ നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു പേഷ്യന്റ് നമ്മളുടെ 131 ഐഡിൻ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇഞ്ചക്ഷന് ശേഷമുള്ള ആക്ടിവിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അവോഗാഡ്രോ നമ്പർ തന്നിട്ടുണ്ട്, ഹാഫ് ലൈഫ് ടൈം തന്നിട്ടുണ്ട്. സോ മാസ് ഓഫ് ദ ഐഡിൻ T half അവോഗാഡ്രോ നമ്പർ മോളർ മാസ് നമ്മൾ എടുത്തു. നമ്പർ ഓഫ് മോൾസ്, ഓക്കെ, അപ്പോൾ 500 into അതായത് മാസ് ഓഫ് ഐഡിൻ ഡിവൈഡ് ബൈ 131 ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. നമ്പർ ഓഫ് ആറ്റംസ് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ചെയ്യുമ്പോൾ ആറ്റംസ് കിട്ടും. ഡി കെ കോൺസ്റ്റന്റ്
എത്ര കിട്ടും? ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു 0.693/t½ ആണ്. 9.99 × 10⁻⁷ പെർ സെക്കൻഡ്. ആക്ടിവിറ്റി A ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു n ആണ്. സോ 2.298 × 10⁻12 ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഒന്ന് കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും അവിടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസിന്റെ മെത്തേഡ്സ് നമുക്ക് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കി വെച്ചിരിക്കുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് കാര്യം കറക്റ്റ് നോക്കുക. A cyclotron of maximum radius 0.25 meter accelerated a proton in 0.2 Tesla magnetic field. Calculate the frequency need for an applied alternating voltage. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് അവിടെ ഇപ്പോൾ എന്ത് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യണം. ഫ്രീക്വൻസി F is equal to QB/2πm. ഞാൻ ടൈമിന്റെ പറഞ്ഞ പോലെ അതിന്റെ ഇൻവേഴ്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ട്വൈസ് ഫ്രീക്വൻസി നമുക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ബാക്കി വാല്യൂസ് എല്ലാം ഉണ്ടല്ലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. Next question. Determine the product nuclear and Q value in the reaction. 27 aluminum, there is D alpha, giving mass of the aluminum is equal to 26 point, giving product plus alpha. Okay, product നമുക്ക് തന്നിട്ടില്ല, ഇപ്പോൾ product നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അലുമിനിയം തന്നിട്ടുണ്ട് 26.9901 U ആണ്. മാസ് പറയുന്നുണ്ട് മെഗ്നീഷ്യത്തിന്റെ എത്രയാണ്? 24 ആണ്. ഓക്കെ, 24. ആൻഡ് ദാറ്റ് ഓഫ് മാസ് ഓഫ് ഡിക്ടീരിയം നമുക്ക് പറയുന്നുണ്ട് എത്രയാണ്? ഡിക്ടീരിയം അവിടെ ഡ്യൂട്രോൺ പറയുന്നുണ്ട് 2.0147 U ആണ്. മാസ് ഓഫ് ആൽഫ 4.0 വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പ്രൊഡക്റ്റ് എന്തെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് എന്ത് കിട്ടും? ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പ്രൊഡക്റ്റ് ന്യൂക്ലിയർ വരുന്നുണ്ട്. സോ ഇനിഷ്യൽ റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഏത് പ്രൊഡക്റ്റ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അത് ശരിക്കും നമുക്ക് ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, എന്താണെന്ന് അവിടെ മാസ് പറയുന്നുണ്ട്. നമുക്ക് ഇത് തന്നെയാണ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ആദ്യം കമ്പൈൻഡ് മാസ് നോക്കുക എത്രയാണ് വരുന്നതെന്ന്. സോ 29 വരും. പിന്നെ അവിടെ ആൽഫ പാർട്ടിക്കിൾ നമുക്ക് ഇവിടെ എത്ര വരുന്നുണ്ട്? പ്രൊഡക്റ്റ് സൈഡിൽ, റിയാക്ടൻസ് സൈഡിലാണ് കമ്പൈൻഡ് മാസ് 29.00 വരുന്നത്. അടുത്ത പ്രൊഡക്റ്റ് സൈഡ് നോക്കുമ്പോൾ ആൽഫ പാർട്ടിക്കിളും പിന്നെ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റും കൂടി വരുന്നുണ്ട്. പ്രൊഡക്റ്റിന്റെ മാസ് നമുക്ക് എത്ര വരുന്നുണ്ട്? അവിടെ 24 സംതിങ് ആണ് പറയുന്നത്. 24 പ്ലസ് 28.9975 U എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പറയാം, ഇത് വെച്ചിട്ട് ഇസഡിന്റെ വാല്യൂസ് എത്ര കുറയുന്ന വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇസഡും എ വെച്ച് നമുക്ക് അവിടെ പറയാം മെഗ്നീഷ്യം ആണ്. ഓക്കെ, ഓൾറെഡി അവിടെ തന്നിട്ടുമുണ്ട്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് എന്തോ പറ്റി നമുക്ക് തന്നിട്ടുണ്ട്. സോ അതവിടെ എടുക്കുക. ദെൻ കാരണം ഈ കാൽക്കുലേഷൻ ചെയ്യണമെന്നാണ് തന്നിരിക്കുന്നത്. പിന്നെ ക്യൂ വാല്യൂവിന്റെ ഡിഫറൻസ് ഇൻറ്റു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, 6.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് അവിടുത്തെ ക്യൂ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ എനർജി റിലീസ്ഡ് വെൻ 1 kilogram of nuclear fuel is consumed with the fusion reaction. This reaction is possible. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? മാസ്, ദെൻ മാസ് ഡിഫക്റ്റ് എടുക്കുക, ദെൻ അവിടെ മോൾസും ഓക്കെ നമ്പർ ഓഫ് റിയാക്ഷൻസ് എടുക്കുന്നുണ്ട്. സെൻ ടോട്ടൽ എനർജി ഓക്കെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു? ജൂൾസ് ഡോട്ട് അതിനെ 3.57 × 10⁻27 ഇൻറ്റു 1.602 × 10⁻30 ചെയ്ത് നമുക്ക് ജൂൾസ് ഡോട്ട് മാറും. ആൻസർ നമുക്ക് ജൂൾസ് ആണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെഗാ ഇലക്ട്രോൺ കിട്ടുന്നുണ്ട്. നമ്മൾ ജൂൾസ് ഡോട്ട് മാറ്റുന്നുണ്ട്, കാരണം 1 kilogram ജൂൾസ് ഡോട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ന്യൂട്രൽ പയോൺ ഉണ്ട്. വേവ് ലെങ്ത് ഓഫ് ഗാമ 4 നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? നമുക്ക് അവിടുത്തെ ആ ഒരു മാസ് വാല്യൂ, ഓക്കെ, റെസ്റ്റ് മാസ് ഓഫ് ന്യൂട്രൽ പയോൺ M0 246 ME ആണ്. എനർജി റിലീസ് ചെയ്യുന്ന സമയം നമുക്ക് എത്ര കിട്ടും? അത് ഡിവൈഡ് ബൈ 2. ഓക്കെ, കാരണം 2 ഫോട്ടോൺസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 132 ME C² കിട്ടും. വേവ് ലെങ്ത് ഈസിക്കൽ ടു hc/λ ആണ്. ഓക്കെ, ലാംഡ വാല്യൂ നമുക്ക് ഇവിടെ ലാംഡ എടുക്കാം, hc/E ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ലാംഡ വാല്യൂ h/132 കിട്ടും. ആൻഡ് ദെൻ ലാംഡയുടെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് കിട്ടും ഹെച്ചും എമ്മിയും സി കൊടുക്കുമ്പോൾ 1.84 × 10⁻14 കിട്ടും. ഓക്കെ, വേവ് ലെങ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടുത്തെ വേവ് ലെങ്ത്, കാൽക്കുലേറ്റ് വേവ് ലെങ്ത് ഓഫ് ഗാമ ഫോട്ടോൺ. സിമ്പിൾ ക്വസ്റ്റൻ അതും. ഓക്കെ, പക്ഷെ അത് ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുള്ള നമ്മുടെ എന്താ 4 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക 4 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട 4 മാർക്ക് ക്വസ്റ്റ്യൻസ്. 1-2 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നിരുന്നാലും റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ മെത്തേഡ്സ് സെയിം ആയിരിക്കും, ബട്ട് നമ്പേഴ്സിലൊക്കെ ചെറിയ വ്യത്യാസം വരാം. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം എഴുതി പഠിക്കുക. ഓക്കെ, ഇനി ടൈം ഉണ്ട്. മാക്സിമം നിങ്ങൾ ഈ 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം അത്രയും അവിടെ ഒന്ന് എഴുതി പഠിച്ച് കറക്റ്റായിട്ട് പ്രിപ്പയർ ആയി പോവുക. ഓക്കെ, വിഷ് യു ഓൾസ് ദി ബെസ്റ്റ്. താങ്ക് യു.